ഗതികെട്ട ഒരു സ്ഥാപനം. ഇതിനപ്പുറത്തേക്ക് ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങൾക്കും അതുപോലെ ജീവനക്കാർക്കും. ഞാൻ വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഏത് ബാങ്കിൽ ചെന്ന് ചോദിച്ചാലും ടക്കെന്ന് ലോൺ തരുന്ന തരത്തിലേക്ക് KSRTC മാറ്റി. KSRTC നഷ്ടത്തിൽ നിന്ന് കയറുന്നതെന്നൊക്കെ പറയുമ്പോഴും നമ്മളെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഹൈവേയുടെ പണി. ഈ നിർത്തിയിടലിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഡീസൽ ഒരു ദിവസം നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് പൂർത്തിയായാൽ അത് വലിയൊരു പ്രത്യേകതയായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് വന്ദേ ഭാരതിനെ വെല്ലുന്ന ബസ് ഓടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വില കൂടിയ ഒരു ബിസിനസ് ക്ലാസ്, വില കുറഞ്ഞ ഒരു കുറച്ചുകൂടെ ചാർജ് കുറഞ്ഞ ഒരു ഇക്കണോമിക് ക്ലാസ് ബസ്സുകളിൽ ഉണ്ടാക്കണമെന്നാണ് പ്ലെയിനിലുള്ളത്. മന്ത്രിയായിട്ട് 2 വർഷമാവുന്നു. ഈ 2 വർഷത്തിനിടയിൽ ഞാൻ KSRTCയിൽ 50 പരിഷ്കാരം കൊണ്ടുവന്നു. ഈ 50 പരിഷ്കാരം വിജയിച്ചിട്ടുണ്ട്. കോമൺ സെൻസും സാധാരണക്കാരൻ്റെ മനസ്സും ജീവനക്കാരൻ്റെ മനസ്സും പഠിച്ചാൽ ഇത് വിജയിക്കാം. ഒരു പൊതുഗതാഗത സംവിധാനം ലാഭകരമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ടോ? യാത്രയ്ക്കപ്പുറത്തേക്ക് ഒരു സന്തോഷം കൂടി തരുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് KSRTCക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാം ഈ സ്ഥാപനത്തെ രക്ഷിക്കാനാണ്, ഇതിലെ ജീവനക്കാരെ രക്ഷിക്കാനാണ്. രക്ഷപ്പെട്ടാൽ ഇപ്പോൾ രക്ഷപ്പെടും, ഉറപ്പാണ്. വെള്ളിത്തിരയിൽ നിന്ന് അധികാരത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എന്നത് ഈ മനുഷ്യനെ സംബന്ധിച്ചൊരു ക്ലീശേ അലങ്കാരമല്ല. സിനിമയിലും സീരിയലിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടും ഇന്ന് അദ്ദേഹം രചിക്കുന്നത് കേരളത്തിന്റെ പൊതുഗതാഗതത്തിൽ പുതിയ ഒരു അധ്യായം. KSRTCയെ കടക്കടിയിൽ നിന്ന് മോചിപ്പിച്ച് നവീകരിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ഗതാഗത മന്ത്രി. റോഡുകളിലും ബസ്സുകളിലും ഒതുങ്ങുന്നതല്ല ആ ദൗത്യം. അത് പൊതുഗതാഗതത്തോടുള്ള ജനങ്ങളുടെ സമീപനത്തെ തന്നെ സ്വാധീനിക്കാനുള്ള ഒരു ഉറച്ച നിലപാടാണ്. കേരള വികസനത്തിന് വേഗമേറ്റാനുള്ള തന്റെ സ്വപ്നങ്ങൾ പങ്കുവച്ച് കേരളത്തിന്റെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഗതാഗതത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത് KSRTC ആണ്. പക്ഷേ എല്ലാ കാലത്തും ഒരു കടക്കിണിയിലായ പ്രസ്ഥാനം എന്നുള്ള ദുഷ്പേരുകൂടെ അതിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ KSRTC ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി? KSRTCയുടെ ഒരു ബ്രാൻഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നടക്കുന്ന ഈ എക്സ്പോയും അതേ തുടർന്ന് പുതിയ വാഹനങ്ങളൊരു വരവും അതിൽ മീഡിയയിലൂടെയും ജനങ്ങളിലൂടെയും മോഹൻലാലിനെ പോലെ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ഞാനിതിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല. ഇതുവരെ ഈ മുമ്പ് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഗതികെട്ട ഒരു സ്ഥാപനം. ഇതിനപ്പുറത്തേക്ക് ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങൾക്കും അതുപോലെ ജീവനക്കാർക്കും. KSRTC ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പോ നടക്കുന്നത്. KSRTC ജീവനക്കാർ സംഘടിപ്പിക്കുന്ന, അവർക്ക് ചിരിക്കാൻ കഴിയുന്ന, ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പണ്ടൊക്കെ ചില നാടക ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും അല്ല. ജനറലി എല്ലാ ജീവനക്കാർക്കും ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒന്നുകിൽ അവരെ ശമ്പളം കിട്ടില്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ തുടക്കത്തിൽ ഒരു രസകരമായൊരു സംഭവം. തുടക്കത്തിൽ ഒരു ഘോഷയാത്ര നടത്തി, ഒരു വിളംബര ഘോഷയാത്ര. അപ്പോൾ ഈ ഘോഷയാത്ര കവടിയാറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ കവടിയാറിൽ അവരെല്ലാം സമ്മേളിച്ചു, ജീവനക്കാരെല്ലാം അവരവരുടെ യൂണിഫോം ഇട്ട് സമ്മേളിച്ചു. പ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ വന്ന് നിൽക്കുമ്പോൾ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ അതിലേ വന്നു. അപ്പോൾ അദ്ദേഹം ഒരു വനിതാ ജീവനക്കാരി ഇത് മാധ്യമങ്ങളിൽ മുമ്പ് വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ KSRTCക്കാരാണോ? ഞങ്ങൾ KSRTCക്കാരാണ് എന്ന് പറഞ്ഞു. നിങ്ങളെന്താ അങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത് ഇവിടെ? അല്ല, ഞങ്ങളൊരു ഇത് നടക്കുകയാണ്, ഒരു ഓട്ടോ ഷോ നടക്കുകയാണ്, അതിനുവേണ്ടി വന്നതാണ് എൻ്റെ ഞാൻ. നിങ്ങൾ സാധാരണ സമരം ചെയ്യാനാണല്ലോ ഒത്തുകൂടുന്നത്, അല്ലാതെ ഒത്തുകൂടി കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത്രയും ആളുകൾ വന്ന് ഈ വണ്ടികൾ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് ജീവനക്കാർ കേൾക്കണം, അവർ കേൾക്കുകയാണ്. ഇത് നശിപ്പിക്കാൻ പാടില്ല എന്നൊരു ചിന്താഗതി അവർക്കുണ്ടാവണം. അതിലൂടെ ഇതിനെ എൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഇതിനെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റും. ഒരുപാട് പുതിയ ബസ്സുകൾ കൊണ്ട് വരുന്നുണ്ട്. അപ്പം ഒരുപാട് വലിയ എക്സ്പെൻസാണ്, പർച്ചേസാണ്. അതിൻ്റെ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? തീർച്ചയായിട്ടും കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ AC ഇല്ലാത്ത ഒരു വണ്ടിയിൽ, ഉദാഹരണത്തിന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം മൂകാംബിക എന്നൊരു ബസ്സുണ്ട്. ഈ ബസ് AC ഇല്ലാതാണെന്ന് ഒരു ഡീലക്സ് ബസ്സാണ് പോകുന്നത്, ഇരുന്ന് പോകാനുള്ള സംവിധാനമുള്ള അതിനകത്ത്. അതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മളതിന് പകരം സൗകര്യം കൂട്ടിക്കൊണ്ട് ഈ സെയിം ബസ് എയർ കണ്ടീഷൻ ആക്കുകയാണ്. സ്ലീപ്പറും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മൂകാംബിക വരെ എത്തണം, അത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ സ്ലീപ്പറും ഉണ്ട്, സീറ്റും ഉണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് പുഷ് ബാക്ക് ചെയ്യാവുന്ന നല്ല സീറ്റാണ്. അത് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഈ വണ്ടി യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കും. പലപ്പോഴും എന്താ, ഇത് മുഷിയും, ഒരുപാട് സമയമെടുക്കും, പൊടിയടിക്കും, ചൂടെടുക്കും എന്നൊക്കെ പറയുന്നില്ല. കാലാവസ്ഥ മാറിയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ AC ബസ്സുകൾക്കൊരു സ്ട്രെസ് കൊടുക്കുന്നത്. അതായത് റേറ്റ് സൂപ്പർ ഫാസ്റ്റിൽ തന്നെ ഒരു വണ്ടി എടുത്തിട്ട് ബാറ്ററി കൊണ്ട് ഓടുന്ന ഒരു AC വെച്ചു. ഫുള്ളായിട്ടാണ് പോകുന്നത്. കാരണം റേറ്റിൽ വലിയ വ്യത്യാസമല്ല, വേറെ ഒരു ചെറിയ തൃശ്ശൂരിലെത്തുമ്പോൾ ഒരു 30 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ വണ്ടി തിരുവനന്തപുരം തൃശ്ശൂർ എത്തുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ സാധാരണക്കാരുടെ യാത്ര
കുറച്ചുകൂടി ആഡംബരമുള്ളതാക്കിയാൽ അവരതിൽ ആകർഷിക്കപ്പെടും. അതിൽ പണം ഒരു വിഷയമല്ല. അതിലവർക്ക് ചാർജൊന്നും വർദ്ധിപ്പിക്കുന്നില്ല. ഇതിനുള്ള ചാർജ് വർദ്ധിപ്പിക്കാതെ ഇതിൻ്റെ ടേൺ ഓവർ കൂട്ടുക എന്നാണ്. കാരണം ആളുകളുടെ എണ്ണം, എനിക്ക് സംതൃപ്തിയുള്ളൊരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഈ വർഷം യാത്രക്കാരുടെ എണ്ണം കൂടുതലാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന വർഷത്തിൽ. അപ്പോൾ ഇതുകൂടി വരുമ്പോൾ യാത്രക്കാരുടെ എണ്ണം കൂടും. പിന്നെ KSRTC സമയത്ത് പോവുകയും വരികയൊക്കെ ചെയ്യണം. ആ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സർവീസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഏതൊരു പൊതുഗതാഗതം അങ്ങനെയാണ്, തോന്നിക്കഴിഞ്ഞാൽ ഇത് വിജയിക്കും. ഇപ്പോൾ KSRTC ഒരു ശരാശരി കളക്ഷൻ 7 കോടി 7.5 കോടിക്ക് ഇടയിൽ നിൽക്കും. അത്രയും കളക്ഷൻ വരുമ്പോൾ തന്നെ നമുക്കൊരു ദിവസം 1.5 കോടി രൂപയോളം നഷ്ടമുണ്ട്. ഇതിൽ 1,19 ലക്ഷം രൂപ പഴയകാല കടങ്ങൾ ബാങ്കിൽ അടയ്ക്കുന്നതാണ്. ഇവരുടെ അടയ്ക്കുന്നുണ്ട് എല്ലാ ദിവസവും. അതിലൊരു കണക്കെന്ന് പറഞ്ഞാൽ 8.5 കോടിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ 100 വണ്ടി, ആദ്യത്തെ 100 വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ 50 ലക്ഷം രൂപയുടെ കളക്ഷൻ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഈ വണ്ടികൾക്കെല്ലാം മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷം വണ്ടികളും വോൾവോ അടക്കം മുൻപ് കാലങ്ങളിൽ കിട്ടിയിരുന്ന വോൾവോ ബസ്സിനേക്കാൾ മൈലേജ് കൂടുന്ന ടെക്നോളജിയാണ് എടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ടെക്നോളജി അതാണ്. അപ്പോൾ അവർ അതിൻ്റെ 3.5 കിട്ടുന്നെങ്കിൽ ഇപ്പം 4 മേളിൽ കിട്ടും. അതിൽ തന്നെ, ആ വലിയ വണ്ടിയിൽ തന്നെ. സൂപ്പർ ഫാസ്റ്റിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിന് 4 താഴെയാണ്. ചിലപ്പോൾ 3 കിട്ടും, 3.5 കിട്ടുമാണ്. ഇപ്പോൾ പുതിയ വന്ന സൂപ്പർ ഫാസ്റ്റിൽ നമുക്കൊരു 5 അടുപ്പിച്ച് കിട്ടും. അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസമാണ്. ആ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഈ 50 ലക്ഷം രൂപയെങ്കിലും വർദ്ധിക്കും. ജീവനക്കാർ സഹകരിച്ച് ജനങ്ങളും ഇതിൽ വിശ്വസിച്ചാൽ യാത്രക്കാരെ എണ്ണം കൂടി 8.5 കോടി രൂപയിലേക്ക് ഇത് വരും. 8.5 കോടി രൂപയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള നഷ്ടം കുറച്ച് KSRTC എവരി ഡേ ഒന്നുകിൽ ബ്രേക്ക് ഇവനാക്കാം. നഷ്ടവുമില്ല, ലാഭമില്ല. ഇന്നത്തെ കളക്ഷൻ, അതായത് ഇന്നത്തെ വരവും ഇന്നത്തെ ചെലവും, ഈ ബാങ്ക് ലോൺ അടക്കം, റീപേയ്മെൻറ്റ് ഓഫ് ദ ബാങ്ക് ലോൺ, ഇതടക്കം KSRTC നമുക്ക് നഷ്ടത്തിൽ നിന്ന് മാറ്റിയിട്ട് എവരി ഡേ ഇതൊരു ലാഭത്തിലോ അല്ലെങ്കിൽ ലാഭവും നഷ്ടമില്ലാത്ത പൊസിഷനിലേക്ക് വരാൻ 8.5 കോടി രൂപ നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മുൻകാലങ്ങളിൽ ബസ്സുകളുടെ തെരഞ്ഞെടുപ്പ് വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ പലയിടത്തുനിന്നും ചിലപ്പം പുതിയ പദ്ധതിയുടെ ഭാഗമായി കിട്ടിയ ബസ്സുകളായിരിക്കും, പക്ഷേ നമ്മുടെ നിരത്തുകൾക്ക് ചിലപ്പോൾ യോജിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, ഈ നമുക്ക് വേണ്ട ബസ്സുകൾ തന്നെയാണ് വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, അല്ലേ? അതെന്താ തീരുമാനം? അത് ഞാൻ തന്നെയാണ് ചെയ്തത്. കാരണം ഞാനതൊരു ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളപ്പോൾ അവിടെ കണ്ടിട്ടുള്ള സൗകര്യങ്ങൾ, അതായത് അവിടെ നമ്മളിപ്പം പല ചാനലിലും നമ്മൾ ഈ ബ്ലോഗർമാരുടെ യാത്ര തന്നെ കാണുമ്പോൾ നമുക്ക് കാണുന്നതിൽ ബസ്സുകളും യാത്രകളും റോഡുകളൊക്കെ ഉണ്ട്. ആ സാധനം ഇവിടെ കോപ്പി ചെയ്യുകയാണ് ചെയ്തത്. വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ഒരു പ്രവാസിക്ക് അത് അറിയാൻ പറ്റും. വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ഒരു സൗകര്യം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇപ്പം നമ്മൾ വാങ്ങിയ വാഹനങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ, ഈ ഓട്ടോ ഷോയിൽ പങ്കെടുക്കാൻ വന്ന ആൾക്കാർ വളരെ സർപ്രൈസ്ഡാണ്. ഇത്രയൊക്കെ നല്ല സാധനങ്ങൾ നമുക്ക് പറ്റുമോ എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും സൗകര്യങ്ങളും ക്വാളിറ്റി ഉള്ളതുമായ സാധനമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിലൊരു വിട്ടുവീഴ്ച ചെയ്തില്ല. കാരണം അന്യ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ മലയാളികൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളെ കുറിച്ച് ഓർത്ത് അവർ സന്തോഷിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കയറുമ്പോൾ പറയാറുണ്ട്, എന്ത് നല്ല റോഡാണ്, നമ്മുടെ നാട്ടിലില്ലല്ലോ എന്ന് പറയും. അങ്ങനെ പറയുന്നത് ഒഴിവാക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് വിദേശത്ത് പോയി ജീവിക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും. ഇവിടെ ജീവിക്കുന്നവർക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. അവിടെ പ്രവാസികളായിരിക്കുന്നവർ മടങ്ങി വരുമ്പോൾ അവർക്ക് ഇതിനകത്ത് യാത്ര ചെയ്യണം. അവിടെ കിട്ടുന്ന എല്ലാ സൗകര്യവും ഇവിടെ കിട്ടണം. അതുകൊണ്ടാണ് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. ഞാൻ ഈ മന്ത്രിയായിട്ട് 2 വർഷമാവുന്നത്. ഈ 2 വർഷത്തിനിടയിൽ ഞാൻ KSRTCയിൽ 50 പരിഷ്കാരം കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷത്തോടെ പറയുകയാണ്, ജീവനക്കാരുടെ ഒരു സഹകരണവും ഒരു ഭാഗ്യവുമായിരിക്കാം. ഈ 50 പരിഷ്കാരവും വിജയിച്ചിട്ടുണ്ട്. ദീർഘവീക്ഷണത്തോടെ ഞാൻ ചെയ്തൊരു കാര്യമാണ് ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുക എന്നുള്ളത്. ഇന്ത്യയിൽ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനോ ഒരു ഗതാഗത വകുപ്പിനോ സ്വന്തമായി ഡ്രൈവിംഗ് സ്കൂളില്ല. ചില ട്രെയിനിങ് സെൻറ്ററുകളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതൊക്കെ ഉണ്ടെന്നുള്ള ശരിയാണ്, അത് കേരളത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ സ്വന്തമായി ബേസിക് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ, ഈ ബേസിക് ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റി ഇല്ലാത്ത ലൈസൻസുമായി ആളുകൾ റോഡിലിറങ്ങുക. ഈ ക്വാളിറ്റി, യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ലൈസൻസ് എന്ന് പറയുന്നത് റേഷൻ കാർഡ് പോലെ നൽകേണ്ട ഒരു സാധനമല്ല. ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ് എല്ലാവർക്കും അവൈലബിൾ ആക്കണം. അതൊരു ഭരണാധികാരികളുടെ ചുമതലയാണ് ഗവൺമെൻറ്റിന്. ഇതങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ആക്കേണ്ട സാധനമല്ല. ഇത് കിട്ടാൻ പ്രയാസമുള്ളൊരു സാധനമാണ്. ഇത് നഷ്ടപ്പെട്ടാൽ കുഴപ്പമുണ്ടെന്ന് തോന്നണം. അല്ലാത്ത പക്ഷം ഇത് യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ ഡ്രൈവിംഗ് ആളുകളെ കൊല്ലുകയാണ്. ഇതിപ്പം ലൈസൻസ് ടു കിൽ എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാരണം ഇടിച്ചു കൊന്നാൽ ജയിലിൽ പോയി കിടക്കേണ്ടാത്ത, അഴിയെണ്ണാണ്ടാത്ത ഒരേ ഒരു കൊലപാതകം എന്ന് പറയുന്നത് വണ്ടി ഇടിച്ചു കൊല്ലലാണ്. അപ്പോൾ ഒരു ദിവസം 124 ലൈസൻസ്, ഞാൻ മന്ത്രിയായി വരുമ്പോൾ 124 ലൈസൻസ് 125 പേരെ പരിശോധിക്കുകയും, ആരാണ് ഒരാളാണെന്ന് ആലോചിക്കണേ. ഒരു ഉദ്യോഗസ്ഥൻ രാവിലെ 8:30 മണിക്കും 9 മണിക്കാണ് തുടങ്ങുന്നത്, 8:30 എന്ന് കൂട്ടാം, 8:30 വേണ്ട 8 മണിക്ക് കൂട്ടിക്കൊള്ളൂ. 8 മണി മുതൽ 1:30 മണി വരെ, 1 മണി വരെ പോകും. ഒരു വാദത്തിന് വേണ്ടി 2 മണിക്കൂർ, 2 മണി വരെ വയ്ക്കുക. 8 മുതൽ 2 വരെ ആണ് അദ്ദേഹം പരിശോധിക്കുന്നത്. എന്നാൽ 125 ലൈസൻസ് പരിശോധിച്ചതിൽ 124 പേർക്കും അദ്ദേഹം ലൈസൻസ് പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. ഈ കൊടുത്ത ലൈസൻസിന് യാതൊരു വാല്യൂ ഇല്ല. ഈ ഉദ്യോഗസ്ഥൻ്റെ ഒരു അഴിമതിയാണ്.
അയാൾ 125 പേരെ പരിശോധിച്ചു. അത് മനുഷ്യസാധ്യമാണോ? ഈ വ്യക്തി തന്നെ ഉച്ചയ്ക്ക് ശേഷം 42 പേർക്ക് 42 വണ്ടികൾ പരിശോധിച്ചു, ഫിറ്റ്നസ്. ഇതേ ഉദ്യോഗസ്ഥൻ തന്നെ ഉച്ചയ്ക്ക് ശേഷം 12 പേർക്ക് ഹെവി ലൈസൻസ് ഇഷ്യൂ ചെയ്തു. അത് മാനുഷികമായ ശക്തിയുള്ള ആളുകളാണ്. അപ്പോൾ അമാനുഷികമായ കഴിവുള്ള ഇവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്, അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. നമ്പർ കുറച്ചു. ഒരു ദിവസം ഇത്ര ടെസ്റ്റേ പാടുള്ളൂ, 40 ടെസ്റ്റ് കൂടുതൽ പാടില്ല. അതിനെതിരായിട്ട് കോടതിയെ സമീപിച്ചു. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു അതിലിടപെടില്ല, അത് മതി എന്ന് പറഞ്ഞു. കാരണം ആ കോടതിക്ക് അതറിയാം. കാരണം ഇതുപോലെ ഇത് ഉദാരമായി കൊടുക്കേണ്ട ഒരു സാധനമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷമായി തോന്നിയിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റ് ടൂറിസത്തിൽ മൂന്നാറിലെ ഡബിൾ ഡെക്കർ ഇങ്ങനെ കുറേ, പിന്നെ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്നൊരു പുതിയ ബസ് കാറ്റഗറി കൊണ്ടുവന്നു, എയർ കണ്ടീഷൻ ചെയ്ത ചെറിയ വണ്ടി, 40 സീറ്റുള്ള വണ്ടി. അതൊക്കെ വിജയമാണ്. ഓരോ ദിവസവും അത് ലാഭത്തിലാണ്. അത് അങ്ങനെ കുറേ പരിഷ്കാരങ്ങളുണ്ട്, ചെറുതും വലുതുമായ ഒരു. പിന്നെ കമ്പ്യൂട്ടറൈസേഷനാണ്. KSRTCയുടെ പർച്ചേസ്, പേയ്മെൻറ്റ്, ഇൻവെൻട്രി സിസ്റ്റം മുഴുവൻ കമ്പ്യൂട്ടറൈസ്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഡിജിറ്റലൈസേഷനുണ്ട്, ടോട്ടൽ ഡിജിറ്റലൈസേഷൻ. ഒരു പക്ഷേ കേരളത്തിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയധികം ഡിജിറ്റലൈസ് ചെയ്യുന്നത് നമ്മൾ മാത്രമായിരിക്കും. നമ്മുടെ ഇനി ഓപ്പറേഷൻ പോലും, അതാണ് അടുത്ത പരിഷ്കാരം. ഈ സോഫ്റ്റ്വെയറുകളെല്ലാം എൻ്റെ പരിഷ്കാരം. വാടക പിരിക്കുന്നത് സോഫ്റ്റ്വെയറാണ്. KSRTC ബസ് സ്റ്റേഷനിലെ വാടക കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതും അത് കളക്ട് ചെയ്തില്ലെങ്കിൽ അത് അലാം തരുന്നതുമായ സിസ്റ്റം അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ 50 പരിഷ്കാരങ്ങളിൽ പെടുന്ന കാര്യമാണ് ഇതെല്ലാം. വാടക പിരിക്കുന്നത്, കൊറിയർ സർവീസിനെ ശക്തമായൊരു കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് മാറ്റി. പിന്നെ അക്കൗണ്ട്സ് മുഴുവൻ മാറ്റുകയാണ്. പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ ഇന്ന് എന്ത് ലാഭമുണ്ടെന്ന് ഒരു സ്വിച്ച് അടിച്ചാൽ കാണാൻ പറ്റും. കാരണം അതാത് എൻട്രി ചെയ്താണ് പോകുന്നത്. ഓരോ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും പെട്രോൾ അടിക്കുന്ന പൈസ, കിട്ടുന്ന ഫീസ്, ഇതെല്ലാം വരികയാണ്. അപ്പോൾ അങ്ങനെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുകയാണ്. അപ്പോൾ KSRTCയുടെ ഒരു കണക്കെന്ന് പറയുന്നത്, സാധാരണ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 2015 കണക്ക് പോലും ഇതുവരെ കൊടുത്തു കാണത്തില്ല. പക്ഷേ KSRTC ഏതാണ്ട് 2023 വരെയുള്ള എല്ലാ കണക്കുകളും അക്കൗണ്ടന്റ് ജനറലിന് സമർപ്പിച്ചു കഴിഞ്ഞു. കാരണം റെഗുലറൈസ് ചെയ്യാൻ വരവും ചെലവും ലാഭനഷ്ടങ്ങളും ഒറ്റ വിരൽത്തുമ്പിൽ കാണണം എന്നാണ് ലക്ഷ്യം. കാർഡുകൾ വന്നു, ഡിജിറ്റൽ കാർഡ് വന്നു. കുഞ്ഞുങ്ങളുടെ സ്കൂൾ പാസ്, ബസ് പാസ് ഡിജിറ്റലൈസ് ചെയ്തു, കാർഡാക്കി, സ്മാർട്ട് കാർഡാക്കി. പിന്നെ വണ്ടി വരുന്നത് കാണാൻ പറ്റുന്ന ഒരു സംവിധാനം. വണ്ടി എപ്പോൾ എത്തും, അവൈലബിലിറ്റി എൻക്വയറിയിൽ വിളിച്ച് ചോദിക്കാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ കാണാനുള്ള സൗകര്യം. ടോട്ടൽ ഡിജിറ്റലൈസേഷൻ. അടുത്തതായി വരുന്നത് ഇന്ത്യയിൽ ആരും ചെയ്യാത്ത, ഇന്ത്യക്ക് പുറത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇന്ത്യയിൽ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ഇല്ലാത്ത ഒരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറാണ്. വണ്ടി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വണ്ടി അത് പറഞ്ഞു തരും. AI അസിസ്റ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഉടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, സാധനം ഒരു മാസത്തിനുള്ളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇനി ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരേ ഒരു സ്ഥലം അത് മാത്രമേ ഉള്ളൂ. പിന്നെ അക്കൗണ്ട്സിൻ്റെ നടക്കുന്നുണ്ട്. ഇത് രണ്ടുമേ തീരാനുള്ളൂ, ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. വണ്ടി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത് വണ്ടി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു തരും. അപ്പോൾ ബാബു എന്നോട് പറയാണ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് ഒരു വണ്ടി വേണം എന്ന് ആവശ്യപ്പെടേണ്ട. അപ്പോൾ നമ്മൾ ഇതിൽ ഈ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഈ വണ്ടിക്കുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് അത് പറയും. ഉണ്ടെങ്കിൽ ടൈം അത് തരും. അതായത് മറ്റു വണ്ടികളുമായി ബഞ്ച് ചെയ്യാതെ വരിവരിയായിട്ട് പോകുന്നുള്ള പരാതി എല്ലാവരും ഈ KSRTC ചുമ്മാണോ നഷ്ടത്തിലാവുന്നത്, ഇതിങ്ങനെ വരിവരിയായിട്ട് പോവില്ലേ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് ഒഴിവാകും ഇത് വരുന്നതോടെ. അതായത് 24 hours ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനുള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഇതുവരെ 5 വർഷമായി നമുക്ക് കിട്ടിയിട്ടുള്ള കളക്ഷൻ ഡീറ്റെയിൽസ് ഓരോ ദിവസവും ഓരോ മാസവും അങ്ങനെ അതെടുക്കും. അതും കൂടി ഉൾപ്പെടുത്തി ഈ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാത്തിനും GPS ഉണ്ട്. അപ്പം GPS മൂവ്മെൻ്റ് അനുസരിച്ച് വണ്ടികൾ അടുത്തടുത്ത് പോകുന്നുണ്ടെന്ന് കാണാൻ പറ്റും. ഇതുകൂടി വന്ന് ജീവനക്കാരുടെ ഡ്യൂട്ടി ഉണ്ട്. ഒരു ജീവനക്കാരന് ഇത്ര മണിക്കൂർ ഡ്യൂട്ടി എന്നുള്ളതാണ്. അത് വെച്ചുകൊണ്ട് ഈ 3 ഇത് വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇങ്ങനൊരു പരിഷ്കാരമുണ്ട്. ഞാൻ മുൻപിരുന്ന പറഞ്ഞ ട്രാൻസ്പോർട്ട് മന്ത്രിമാരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, നഷ്ടം കുറയും, ഡെഡ് മൈലേജ് എല്ലാം നിൽക്കും, ഉച്ച സമയത്ത് വണ്ടിയുടെ ആവശ്യമില്ല, ആ സമയത്ത് വണ്ടി ഓടിക്കേണ്ടതെന്ന് ഈ സോഫ്റ്റ്വെയർ അഡ്വൈസ് തരും. അത് വാച്ച് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ അഡ്വാൻസ് ചെയ്തപ്പോൾ എന്ത് പറ്റി, നമ്മൾ സോഫ്റ്റ്വെയർ ഉദ്ദേശിച്ചു, പക്ഷേ അഡ്വാൻസ് ചെയ്തപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനകത്ത് വർക്ക് ചെയ്താൽ ഇത് പെർഫെക്റ്റ് ആവും. ഒരു 3 months കൊണ്ട് അഡ്വൈസ് തരും. ഇപ്പോൾ 2 റോഡിൽ വരുന്ന വണ്ടികൾ ഒന്നിച്ച് ചേരുമ്പോൾ ഒരു വണ്ടി ഡിലേ ആയിട്ട് വന്നാൽ മതി എന്ന് ഇത് അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഒരു വണ്ടിക്ക് ഒരു ഇടുന്നതിന് മുമ്പ് ചോദിക്കും, ഈ വണ്ടി പിന്നെ ഉച്ച സമയത്ത് ഒരു വണ്ടി കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു, ഈ 2 വണ്ടികൾ ഉച്ചയ്ക്ക് ഓടേണ്ട കാര്യമില്ല, ആരുമില്ല, നട്ടുച്ച സമയത്ത് ഭയങ്കര ചൂടാണ്, ആളും കുറവാണ് റോഡിൽ, അപ്പോൾ ഓടണ്ട. ഈ 2 വണ്ടിയുടെയും ക്രൂ തിരുവനന്തപുരത്തും കൊല്ലത്തുമായിട്ട് വിശ്രമിക്കുന്നു. അത്രയും സമയം നമുക്ക് നഷ്ടമില്ല. വിശ്രമിച്ചിട്ട് അവർ ആ പീക്ക് ടൈം 3 മണി കഴിയുമ്പോൾ അവരതെടുത്ത് ഓടിക്കുന്നു. അപ്പോൾ കളക്ഷൻ കിട്ടും. ഈ ഡെഡായിട്ട് ഒരു 2 ട്രിപ്പെങ്കിലും ഡെഡായിട്ട് പോകും ഇടയ്ക്ക്. കൊല്ലത്തിനും ആറ്റിങ്ങലും ഇടയ്ക്ക്, ആറ്റിങ്ങൽ കൊല്ലത്തിനിടയിൽ ഈ ടയറും പോവും, ഡീസലും പോവും. ഇത് പോകാതെ ഇരുന്നാൽ നമുക്ക് വലിയ ലാഭമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല സമിതികളും ഇതിനെപ്പറ്റി പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ കമ്മീഷനെയൊക്കെ വെച്ചിട്ട് ഇതെങ്ങനെ നന്നാക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കോമൺ സെൻസും സാധാരണക്കാരൻ്റെ മനസ്സും
ജീവനക്കാരുടെ മനസ്സും പഠിച്ചാൽ ഇത് വിജയിക്കാം. KSRTC പറ്റി ഈ അടുത്ത കാലത്തുണ്ടായിട്ട് നിരീക്ഷണങ്ങളിലൊന്ന് ജനങ്ങളോടുള്ള ഇടപെടൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ചെറിയ വണ്ടികളിൽ പോലും ഇപ്പോൾ മൊബൈൽ ചാർജിങ് ഉണ്ട്, വൈഫൈ ഉണ്ട്, പുതിയ വണ്ടിയിൽ വൈഫൈ ഉണ്ട്, എല്ലാത്തിലും GPay ഉണ്ട് എല്ലാത്തിലും. അപ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് എന്നുള്ളൊരു അത് എങ്ങനെ ആലോചിച്ച് നടപ്പിലാക്കിയൊരു നീക്കമാണോ? അത് ഈ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. ചില്ലറയ്ക്ക് വേണ്ടി ഒരു വഴക്കുണ്ട്. നമ്മൾ ചില്ലറ കൊടുക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് സ്ത്രീകൾ ചില്ലറയ്ക്ക് വേണ്ടി അവരെ ബാഗ് മുഴുവൻ തപ്പുന്നതാണ്. അങ്ങനെ കണ്ടക്ടർ ഈ ബാഗ് വെച്ച് ചില്ലറയ്ക്ക് ഇങ്ങനെ കുലുക്കുന്നതും കാണാം. പിന്നെ രണ്ടുപേരും കൂടെ ചേർത്ത് 100 രൂപ മാറിയെടുത്തുള്ളൂ എന്ന് പറഞ്ഞു വിടും. ഇതെല്ലാം ഒഴിവാക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഈ കാർഡ് കൊണ്ടുവരുന്നത്. കാർഡ് ഭയങ്കര സക്സസ് ആണ്. കാരണം ഈ 90,000 കാർഡാണ് ആദ്യം അടിച്ചു വന്നത്. 90,000 കാർഡും വിറ്റു. 5 ലക്ഷം കാർഡ് കൂടി ഞങ്ങൾ അടിക്കാൻ വേണ്ടി കൊടുത്തു. അതിൽ 30,000 കാർഡ് കഴിഞ്ഞ ദിവസം വന്നു, ഒരു 3-4 ദിവസം മുമ്പ്. ഒറ്റ ദിവസം കൊണ്ട് 30,000 കാർഡ് തീർന്നു. അപ്പോൾ ഈ കാർഡ് വരുന്നതോടെ എല്ലാവരും ഇത് സ്വീകരിക്കുകയും യാത്ര അതിലാകുകയും ചെയ്യുമ്പോൾ ഈ ചില്ലറ കൊടുക്കലും വഴക്കുകളും നിൽക്കും. പിന്നെ ഇത് പഞ്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് കൃത്യമായി പണം അപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ വരും. അതുകൊണ്ട് വളരെ അക്കൗണ്ടിങ് വളരെ ശരിയായി മാറും. ഇപ്പം ക്യാഷ് കൈകാര്യം ചെയ്യുന്നിടത്താണ് ചില വെട്ടിപ്പുകളും തട്ടിപ്പുകളും ചില അബദ്ധങ്ങളും ഒക്കെ പറ്റാറുണ്ട്. ഇത് ചിലർക്ക് അബദ്ധം പറ്റാം, ചിലർക്ക് മനഃപൂർവ്വമായിട്ട് ചെയ്യാം. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഒഴിവായി കിട്ടും പരമാവധി. പിന്നെ ഇപ്പം നമ്മളൊരു മീൻ വാങ്ങാനൊരു വണ്ടി നമ്മുടെ മുമ്പിൽ വന്നെന്നാലും GPay ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്നു. ചെറിയ വണ്ടികൾ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ ഓടാൻ വേണ്ടി ചെറിയ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ലോക്കൽ നമ്മുടെ മലയോര പ്രദേശത്തുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകാൻ, അവിടെ തോട്ടം മേഖലകളിലും ആദിവാസി മേഖലകളിലൊക്കെ ആളുകൾ വണ്ടിയില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വണ്ടി വാങ്ങിച്ചു. ആ വണ്ടിയിൽ പോലും വൈഫൈ ഉണ്ട്. ഒരു 1 GB വൈഫൈ നമ്മൾ ഫ്രീ ആയിട്ട് ഈ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് മുതൽ എല്ലാ വണ്ടിയും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന ഈ വണ്ടികളിലെല്ലാം വൈഫൈ ഉണ്ട്. അത് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട്. കാരണം എല്ലാവർക്കും മൊബൈലുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീരുന്ന ടെൻഷനിലായിരിക്കും നമ്മൾ. ഇപ്പോൾ ഒരു വയറുണ്ടെങ്കിൽ അതിൽ കുത്തിക്കഴിഞ്ഞാൽ ചാർജ് ചെയ്യാവുന്ന സമയം എല്ലാ സീറ്റിലും 2 ചാർജർ വെച്ച് വെച്ചിട്ടുണ്ട്. ഒരു കാലത്തിൻ്റെ ആളുകളുടെ ഈ ഉപഭോക്താവിൻ്റെ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന് മുൻതൂക്കം കൊടുത്തിട്ടാണ് ഈ വണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. ഇത് KSRTCയുടെ താല്പര്യം മുൻനിർത്തിയല്ല, യാത്രക്കാരുടെ താല്പര്യം മുൻനിർത്തിയാണ് പുതിയ വണ്ടികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, വാങ്ങിച്ചിരിക്കുന്നത്. പുതിയ വണ്ടികളുടെ കൂട്ടത്തിൽ ഇൻട്രസ്റ്റേറ്റ് വണ്ടികളെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ട്രൈ കളറിൽ പുതിയ ഡിസൈനിലൊക്കെ. അപ്പോൾ ആ ഇൻട്രസ്റ്റേറ്റ് സെക്ടറിലേക്ക് ശ്രദ്ധിച്ച് പോകുന്നുണ്ടോ പുതുതായിട്ട്? അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരുപാട് കുട്ടികൾ ബാംഗ്ലൂരിലും മൈസൂരിലും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. പിന്നെ ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി IT രംഗത്തുള്ള ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ജോലിയുടെ സ്റ്റാറ്റസ് അനുസരിച്ചും ആ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മാനസികാവസ്ഥ അനുസരിച്ചാണ് വണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. കളർഫുൾ വണ്ടി വേണം. ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പം കർണാടകത്തിൽ നിന്ന് മലയാളി സംഘടനകളുടെ നേതാക്കൾ എന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞ ഏറ്റവും ദയനീയമായ വണ്ടിയാണ് കർണാടക ബസ് സ്റ്റാൻഡുകളിലേക്ക് വന്ന് കയറുന്നത്. അതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വന്ന സമയത്ത് ഒരു നിവൃത്തിയില്ലായിരുന്നു. ശരിയാക്കാം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞെട്ടിക്കുന്ന ഒരു വർണ്ണപ്പകിട്ടോടുകൂടി KSRTC വണ്ടികൾ അന്തർ സംസ്ഥാന സർവീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ KSRTC എന്ന് എഴുതിയില്ല, കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെയാണെന്ന് വിചാരിക്കണം. നല്ല വണ്ടി കാണുമ്പോൾ വല്ലവരുടെയാണെന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് തന്നെ ഉണ്ട്. നമ്മൾ നന്നാവാനിടയില്ല. നമ്മളെല്ലാവരെയും കടത്തിവിട്ടാണ്. നമ്മുടെ വണ്ടി കയറി വരുമ്പോൾ രാജാവ് കയറി വരുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കും. ഈ പറഞ്ഞ IT മേഖലയിലുള്ളവർ, വിദ്യാർത്ഥിനികൾ, ഇവർക്ക് അവരുടെ ജീവിതം ഒരു വേറെ സ്റ്റൈലിലാണ്. ആ സ്റ്റൈലിനോളം ഉയരണം. അവരെ ദയനീയമായ യാത്ര, അവരുടെ ഒരു ജീവിത ശൈലി മാറിയിരിക്കുന്നു. പുതിയൊരു ജനറേഷൻ്റെ ആ മാറിയ ജീവിതശൈലിക്കനുസരിച്ച് നമ്മൾ അവർക്ക് സൗകര്യം കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അവർ നമ്മുടെ നാടിനോടൊരു അവജ്ഞ തോന്നും. അത് പാടില്ല. ഞാൻ കൊടുക്കുന്നത് ഈ ഒരു ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം അവർ പുതിയ തലമുറ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ല വണ്ടികളും ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് പുതിയ ഡിസൈനൊക്കെ ഭയങ്കര വൈബ്രൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആ ഡിസൈൻ്റെ പിന്നിലുള്ളതും താങ്കളുടെ മകനെ പോലെ ചിലരാണെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എൻ്റെ മകനും അവൻ്റെ ഫ്രണ്ട് അമലും ഉണ്ട്, ആദിത്യനും അമലും. ഇവർ രണ്ടുപേരും കമൻട്രി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓട്ടോമൊബൈൽ ഡിസൈനിങ് പഠിച്ചതാണ്. അപ്പോൾ ഇവർ വേറെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് എന്തായാലും ഒരു നല്ല കളർ അടിക്കണം എന്ന് തീരുമാനിച്ചു. ഈ കളറിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എൻ്റേത് തന്നെയാണ്. അപ്പം ഞാൻ അവരെ വിളിച്ചു വരപ്പിക്കണം. അവർ പ്രൊഫഷണലായിട്ട് കമ്പ്യൂട്ടറിലൊക്കെ വരയ്ക്കാൻ പറ്റും. എനിക്ക് ഈ വെള്ള പേപ്പറിൽ ഒരു പേന വെച്ചിട്ട് ഇങ്ങനൊരു വര, അങ്ങനൊരു വരയെന്നൊക്കെ പറയാനേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഞാനാണെങ്കിലും അതിനെ പെർഫെക്റ്റ് കണ്ടീഷനിലേക്ക് അത് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന അവരാണ്. അപ്പോൾ അത് ഞാൻ സജഷൻ കൊടുക്കും. അവർ പല ഡിസൈൻ തരും. ഇതിൽ നിന്ന് നല്ലത് നോക്കി അങ്ങനെയാണ് ഈ ട്രൈ കളർ വണ്ടി സെലക്ട് ചെയ്യുന്നത്. അതൊരു വലിയ അട്രാക്ഷനായിട്ട് വരുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ ഞാനൊരു കലാകാരനാണ്. കാരണം എനിക്ക് ഇത് വരച്ച് കാണിക്കുമ്പോൾ, ഇവർ കമ്പ്യൂട്ടർ വരച്ച് കാണിക്കുമ്പോൾ ഇത് വലിയ വണ്ടിയിൽ അടിച്ചു വരും നന്നായിരിക്കും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. വണ്ടിയോടുള്ള സ്നേഹവും പിന്നെ വണ്ടിയുടെ വലിപ്പവും അതിൻ്റെ ഒരു മനസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയായിരിക്കണം പുറത്ത് വരുമ്പോൾ
ഒരു സിനിമാ സംവിധായകനെ പോലെയാണ്. ഒരു സിനിമ എങ്ങനെയായിരിക്കും പുറത്തു വരുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്നുള്ള കാര്യം അറിയുന്ന പോലെ പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഇതെങ്ങനെയായിരിക്കണം എന്ന് എനിക്കൊരു ധാരണയുണ്ട്. അതിൻ്റെ സീറ്റ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ കംഫർട്ട് എങ്ങനെയായിരിക്കണം, ഇതിന് ടെക്നിക്കൽ സൈഡെല്ലാം പറഞ്ഞ് കമ്പനിക്കാരുമായിട്ട് വന്നിട്ട് അവർക്ക് ഓർഡർ കൊടുക്കുന്നതും ഞാൻ അവരെ ഇത് ടെൻഡർ വിളിക്കുന്നതും തന്നെ എഞ്ചിനീയർമാരെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ്. ഇന്ന പോലെ ആയിരിക്കണം, ഇന്ന എയർ സസ്പെൻഷൻ വേണം, അങ്ങനെ. അതായത് ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ അവർ ഐഡിയകൾ പറയും. ഞാൻ എഞ്ചിനീയറൊന്നുമല്ല, പക്ഷെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണെന്ന് കമ്പനിക്കാരോട് സംസാരിക്കും. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ബസ്സുകളുടെ പ്രത്യേകത, ഈ ബസ്സുകളൊന്നും 6 സിലിണ്ടർ വണ്ടിയല്ല, വലിയ ബസ്സുകളുണ്ടല്ലോ. ലൈലൻഡിൻ്റെ 4 സിലിണ്ടർ വണ്ടിയുണ്ട്, മൈലേജ് കൂടുതൽ കിട്ടുകയും ചെയ്യും, പവർ കൂടുതലുള്ള. അപ്പം നമ്മൾ സാധാരണ വാങ്ങുന്നത് 6 സിലിണ്ടർ വണ്ടിയാണ്, KSRTC അതേ വാങ്ങാറുള്ളൂ. ഈ വലിയ വണ്ടി ഉണ്ടല്ലോ, ഈ ഹ്യൂജ് സൈസുള്ള വണ്ടി 4 സിലിണ്ടറാണ്, അതാർക്കും അറിയില്ല. അപ്പം നാട്ടിൽ അന്വേഷിക്കുമ്പോൾ എന്താ, ഇത്തരം ബസ്സുകൾ ഉണ്ടാക്കാൻ ആളുകൾ 4 സിലിണ്ടർ വണ്ടിയാണ് പ്രൈവറ്റുകാർ വാങ്ങുന്നത്. നമ്മളും 4 സിലിണ്ടർ വാങ്ങിച്ചു. അപ്പോൾ 4 സിലിണ്ടർ വാങ്ങുമ്പോൾ KSRTCയിലെ ചില എഞ്ചിനീയർമാർക്ക് സംശയം ഉണ്ടാകും, സാറേ വലിക്കുമോ വണ്ടി? പക്ഷെ മറ്റ് 6 സിലിണ്ടറിനേക്കാളും പവർ നൽകുന്ന 4 സിലിണ്ടറാണ് കമ്പനിയുടെ പുതിയ കണ്ടുപിടുത്തം. ഇത് നമ്മൾ എടുക്കുകയാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനം എടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്കും ഈ 6 സിലിണ്ടറുള്ള വണ്ടി വാങ്ങിച്ചിട്ട് ഇതേ സാധനം ബിൽഡ് ചെയ്യാം. അതിന് ഡീസൽ കൂടുതൽ എടുക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് ഇവരെ കൊണ്ട് ഇങ്ങനെ വരപ്പിച്ചു. പിന്നെ ഫൈനൽ പ്രോഡക്റ്റ് ജനങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെ വരും? ഞാനൊരു യാത്രക്കാരനായിട്ട്, കാഴ്ചക്കാരനായിട്ടൊന്ന് കണ്ടു നോക്കുന്നു. എൻ്റെ കണ്ണിൽ ഇത് ആനന്ദം നൽകുമെന്നാണ് ഞാൻ നോക്കിയത്. അത്രയും നോക്കിയിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ അന്തർ സംസ്ഥാന സെഗ്മെൻ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേയേഴ്സ് ഒരുപാടുള്ള ടൈറ്റ് കോമ്പറ്റീഷനുള്ളൊരു സെഗ്മെൻറ്റാണ്. അതിലേക്ക് KSRTC പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനം ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഈ മത്സരത്തെ അതിജീവിക്കാൻ പറ്റുക? നമ്മുടെ കാലത്ത് നമ്മൾ KSRTC എന്നും എടുത്തിട്ടുള്ളൊരു നിലപാട് ഈ പ്രൈവറ്റ് ബസ്സുകാരുമായി മത്സരിച്ച് ദയനീയമായി പരാജയപ്പെടുക എന്നുള്ളതാണ്. അവർ കൊടുക്കുന്ന ഫെസിലിറ്റി നമ്മൾ കൊടുക്കാതെ, അപ്പോൾ ഒരു ബസ്, ഒരു നല്ല ലക്ഷറി ബസ് പ്രൈവറ്റുകാരന് ഓടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്നത്. അതിന് സമാന്തരമായി നമ്മൾ ഓടിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ്, ഒരു എക്സ്പ്രസ് ആയിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ ഓടിക്കാൻ പോകുന്നത് പ്രൈവറ്റ് ബസ്സുകാരൻ കൊണ്ടുവന്ന് അവനെ കടത്തി വെട്ടുന്ന സാധനമാണ്. ആ സാധനം ഇട്ടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ദയനീയം നമ്മളിപ്പോൾ ബലം പ്രയോഗിച്ച്, എനിക്ക് ട്രാൻസ്പോർട്ട് വന്നിരുന്നത് ബലം പ്രയോഗിച്ച്, നിയമം ഉപയോഗിച്ചും നിയമലംഘനം ഉണ്ടെന്ന് കണ്ടെത്തിയും വേണമെങ്കിൽ ഈ വണ്ടികളെ തടയാം. എത്ര ദിവസം? ഒരാഴ്ച, 2 ആഴ്ച, പരമാവധി 1 മാസം. അതൊരു പ്രോസസ്സ്. വേറെ ഉദ്യോഗസ്ഥന്മാർക്ക് വേറെ പണിക്ക് പോകണമല്ലോ, ഇത് മാത്രം ജോലിയല്ലല്ലോ. ഇതാണ് KSRTC ട്രേഡ് യൂണിയനുകളും KSRTCയുടെ ആളുകളും പറഞ്ഞുണ്ടാക്കിയിരുന്നത്. ആ പ്രൈവറ്റ് ബസ്സിനെ തടയണം എന്നുള്ളതാണ്. നമ്മളെ പോളിസി വേറെയാണ്. പ്രൈവറ്റ് ബസ് അവിടെ ഓടിക്കോട്ടെ, അതിനെ കടത്തി വെട്ടുന്ന KSRTC വണ്ടികളുമായി ബിസിനസ് നമ്മൾ പിടിക്കും. KSRTCയുടെ എല്ലാ കാലത്തെയും ശക്തി ഈ KSRTC ജീവനക്കാരും ആ ബസ്സും നാട്ടുകാരും തമ്മിലുള്ള ഒരു വ്യക്തിബന്ധം കൂടി എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട് പലയിടത്തും എന്നുള്ളതാണ്. അത് നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരിക തന്നെയാണല്ലോ അല്ലേ? വളരെ നല്ല ബന്ധം. പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റ് ടൂറിസം നമ്മൾ കൊണ്ടുവന്ന ആ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഒരു വിജയമെന്ന് പറയുന്നത് തന്നെ ഈ യാത്രയ്ക്ക് വരുന്ന, സ്ഥിരമായി വരുന്ന ആളുകളും ഈ ജീവനക്കാരും തമ്മിലുള്ള വലിയൊരു ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഈ ഒരു പ്രൊപ്പഗൻഡ എല്ലാം നടത്തുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ജീവനക്കാരും 99% നന്നാക്കാൻ പറ്റില്ല, 99% ജീവനക്കാരും കരുണയോടെയും മാന്യതയോടെയും ജനങ്ങളോട് പെരുമാറും. ആ പെരുമാറ്റം ആളുകളെ ആകർഷിക്കും. ഞാൻ ഈ പറഞ്ഞ 8.5 കോടിയിലേക്ക് സുഖമായി കൊണ്ടുവരാൻ KSRTC ജീവനക്കാർ കഴിയും. ഇന്നും KSRTCയോടും KSRTC ജീവനക്കാരോടും ഈ കുഴപ്പങ്ങളെ കാണിക്കുന്നവരുണ്ടെങ്കിലും KSRTC എന്ന സ്ഥാപനത്തോട് കേരളത്തിലെ ജനങ്ങൾക്കൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു അഫെക്ഷനുണ്ട്. അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഭവമാണ്. അത് ഒരു KSRTC ബസ് എന്തൊക്കെ വണ്ടി ഇടിച്ച് ആളെ കൊല്ലുന്നു, സൂപ്പ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും അടിസ്ഥാനപരമായി ഇതിനോട് വിഷയം നിർത്തുന്ന ഇഷ്ടമല്ല, ഇതില്ലാതാകുന്ന ഇഷ്ടമല്ല, ഇത് കാണാൻ ആർക്കും ഇഷ്ടക്കുറവില്ല. അപ്പോൾ ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു പെരുമാറ്റത്തിൽ ഇപ്പോൾ വരികയാണ്. അത് സ്ത്രീ ജീവനക്കാരും പുരുഷ ജീവനക്കാരും ഉണ്ട്, ഡ്രൈവറും കണ്ടക്ടറും എല്ലാം നന്നായി ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അതിൽ ഞാൻ ഈ മന്ത്രി എന്ന നിലയിൽ ഈ മിസ്ബിഹേവ് ചെയ്യുന്ന ആൾക്കാരോട് യാതൊരു വിട്ടുവീഴ്ചയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമീപനം അവർക്ക് മനസ്സിലായി. കാരണം ഇത് മിസ്ബിഹേവ് ചെയ്താൽ പണി കിട്ടും, പരാതി വന്നാൽ പണി കിട്ടും എന്നറിയാം. പക്ഷേ എന്നാൽ തെറ്റ് ചെയ്യാത്തവരെ ഞാൻ ഒരിക്കലും ശിക്ഷിക്കാൻ സമ്മതിക്കില്ല, രക്ഷിക്കുകയും ചെയ്യും. KSRTC ജീവനക്കാരുടെ കാര്യം പറയുമ്പോൾ പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്, മറ്റ് സ്ഥാപനങ്ങളെക്കാൾ ഉപരി ഈ സ്ഥാപനത്തിൽ പലപ്പോഴും ശമ്പളം മുടങ്ങുകയും പെൻഷൻ കിട്ടാൻ വൈകുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ ജീവനക്കാർ എല്ലാ കാലത്തും ഒരു കുടുംബം പോലെ ഒന്നിച്ച് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളവരാണ്. അപ്പോൾ അതെങ്ങനെയാണ് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ എങ്ങനെയാണ് പറ്റുക മന്ത്രി എന്നുള്ള നിലയ്ക്ക്? ഞാൻ വരുമ്പോൾ തന്നെ ഇവർക്ക് 1-ാം തീയതി ശമ്പളം കിട്ടുന്നവർക്കറിയായിരുന്നു. എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കും. ഞാൻ മന്ത്രിയെ വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഇവർക്ക് ഒരുമിച്ച് 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കാനുള്ള എന്തെങ്കിലും പദ്ധതി നിങ്ങൾ കണ്ടുപിടിക്കണം എന്നോട് പറഞ്ഞു. അങ്ങനെ കണ്ടുപിടിച്ച പദ്ധതിക്ക് മുഖ്യമന്ത്രി വലിയ പിന്തുണ നൽകി. 600 കോടി രൂപയുടെ സഹായം അദ്ദേഹം ഒറ്റയടിക്ക് നൽകി ഇത് പ്രശ്നം പരിഹരിക്കാനായിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു ഒരു ബാങ്കും KSRTC കടം തരാത്തൊരവസ്ഥയുണ്ടായിരുന്നു. D കാറ്റഗറി, റിസർവ് ബാങ്കിൻ്റെ D കാറ്റഗറിയിലേക്ക് നമ്മളെ പെടുത്തി. 100 രൂപ പോലും കടം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് നശിച്ചു ഇത്. അവിടെ നിന്ന്
കടം കിട്ടുന്നൊരു നിലയിലേക്ക് കൊണ്ടുവന്നു. ശരാശരി ഒരു 90-91 ഡിപ്പോകൾ അവർ പ്രോഫിറ്റിൽ തന്നെയാണ് ഓടിക്കുന്നത്. നോ പ്രോഫിറ്റ് ലോസിൽ പോകുന്നുണ്ട്. പക്ഷേ ഒരു 93% എങ്കിലും ഇപ്പോൾ പല ദിവസങ്ങളിൽ ലാഭത്തിലാണ് അവർ ഓടിക്കുന്നത്. അതൊരു ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും അവിടുത്തെ ജീവനക്കാരും കൂടെ ചേർന്ന് അത് ഇപ്പോൾ 10,000 ഡിപ്പോ ഒരു മാസം 11 ലക്ഷം രൂപയാണ് ലാഭം ഉണ്ടാക്കുന്നത് ഒരു ദിവസം. അപ്പോൾ അത് ലാഭത്തിലാണ്. ഒരു ചെറിയ ഡിപ്പോ ആണത്, ഒരു സബ് ഡിപ്പോ ആണ്. ആ സബ് ഡിപ്പോ അത്രയും പൈസ ഉണ്ടാക്കുകയാണ്. കൊട്ടാരക്കര മേജർ സ്റ്റേഷൻസ് എല്ലാം, മേജർ അല്ലാത്ത ആര്യങ്കാവ്, ഒറ്റപ്പെട്ട് കിടന്ന ആര്യങ്കാവ് പോലും ഇന്ന് പ്രോഫിറ്റിലാണ് ഓടുന്നത്. വളരെ കുറച്ച് ബസ്സേ ഉള്ളൂ, പക്ഷെ ഭയങ്കര നഷ്ടത്തിലായിരുന്നു. ആര്യങ്കാവ്, കുളത്തൂപ്പുഴ ഇതെല്ലാം വലിയ നഷ്ടത്തിലോടിയിരുന്നതാണ്. ഇത് ആര്യങ്കാവെല്ലാം ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ ഇതേ ജീവനക്കാർക്കും ഇതേ ഉദ്യോഗസ്ഥന്മാർക്കും കഴിഞ്ഞു. KSRTC നേരിട്ടിരുന്ന വലിയൊരു പ്രശ്നമാണ് റോഡുകളുടെ ശോചനീയാവസ്ഥ കൂടിയാണ്. വാഹനങ്ങൾ പെട്ടെന്ന് കേടാവുന്നു, മെയിൻ്റനൻസിലോട്ട് പോകുന്നു. പുതിയ ഹൈവേ ഇപ്പോൾ ഏകദേശം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ വരുമ്പോൾ വരുന്ന മാറ്റം എന്തായിരിക്കും? ഹൈവേയുടെ പണി നടക്കുന്നൊരു നഷ്ടം കൂടി ഞാൻ സൂചിപ്പിക്കണമല്ലോ. KSRTC നഷ്ടത്തിൽ നിന്ന് കയറുന്നതെന്നൊക്കെ പറയുമ്പോഴും നമ്മളെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഹൈവേയുടെ പണി. ഇപ്പോൾ തിരുവനന്തപുരത്ത് വിട്ടാൽ കുട്ടിയത്തൊരു 1/4 മണിക്കൂർ കിടക്കും. പിന്നെ അരൂരിനിപ്പുറം ചേർത്തലയ്ക്കടുത്ത് ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും പോകും. ഇതെല്ലാം വണ്ടി ഇങ്ങനെ നിരങ്ങി നീങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു ദിവസം ഒരു വണ്ടിയല്ല പോകുന്നത്, 10-25-30 വണ്ടി പോകാൻ. ഇതിൻ്റെ ഡീസൽ വെറുതെ പോവുകയാണ്. KSRTCക്ക് ഈ തൃശ്ശൂർ വരെ പോകുന്നൊരു വണ്ടിയിൽ, അല്ലെങ്കിൽ പാലക്കാടേക്ക് പോകുന്നൊരു വണ്ടിയിൽ, കോഴിക്കോടേക്ക് പോകുന്ന വണ്ടിയിൽ ഈ നിർത്തിയിടലിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഡീസൽ ഒരു ദിവസം നഷ്ടപ്പെടുന്നുണ്ട്. ഇത് വലിയ ദ്രോഹമാണ്. കാരണം ഈ വണ്ടികളെ സ്മൂത്തായിട്ട് കടന്നു പോകാൻ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു, സുപ്രീം കോടതി ഇടപെട്ടു. അവർക്കൊരു ലജ്ജയുമില്ല. ഈ റോഡുകാർക്ക് യാതൊരു ലജ്ജയുമില്ല. കേന്ദ്ര ഈ നാഷണൽ ഹൈവേ അതോറിറ്റി യാതൊരു ലജ്ജയുമില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 1 മണിക്കൂർ കൊണ്ട് പോകുന്നിടത്ത് 11 മണിക്കൂർ കൊണ്ട് പോവില്ലെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു ലജ്ജയുമില്ല. അപ്പോൾ ഈ ടോൾ പിരിക്കാൻ അനുവദിക്കണം പറഞ്ഞാണ് സുപ്രീം കോടതി പോകുന്നത്. നമുക്കിതുകൊണ്ട് വലിയ നഷ്ടമാണ്. പക്ഷേ ഇത് പൂർത്തിയായാൽ അത് വലിയൊരു പ്രത്യേകതയായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് വന്ദേ ഭാരതിനെ വെല്ലുന്ന ബസ് ഓടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് ഒരു വിമാനത്തിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ എന്തൊക്കെ കിട്ടും, ഓരോ സീറ്റിലും പ്രത്യേക സീറ്റ്, അവർക്ക് കമ്പ്യൂട്ടർ കൈകാര്യമുള്ള സംവിധാനങ്ങൾ, ഒരു എക്സിക്യൂട്ടീവിന് യാത്ര ചെയ്ത് പോകുമ്പോൾ ഏറ്റവും ലക്ഷറിയസ് ആയിട്ട് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യും. 2 തരം വില കൂടിയ ഒരു ബിസിനസ് ക്ലാസ്സും വില കുറഞ്ഞ കുറച്ചുകൂടെ ചാർജ് കുറഞ്ഞ ഒരു എക്കണോമിക് ക്ലാസ്സും ബസ്സുകളിൽ ഉണ്ടാക്കണം എന്നാണ്, പ്ലെയിനിലുള്ളതുപോലെ. ഇതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഹൈവേ പൂർത്തിയായി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നേരിട്ട് കോഴിക്കോടേക്കും എങ്ങും നിർത്തൂല. തിരുവനന്തപുരത്ത് നിന്ന് 40 ടിക്കറ്റ് വലിയ വണ്ടി വയ്ക്കില്ല. കാരണം വെച്ചാൽ വലിയ വണ്ടി വെച്ചാൽ നിറയാൻ പാടുള്ളൂ. 50 സീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു 40 സീറ്റ് വെച്ചിട്ട് അതിനകത്ത് ഇതുപോലെ കൂടിയ ക്ലാസ് സീറ്റുകളൊക്കെ വയ്ക്കും. അപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിലെ ആശയം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വണ്ടി എറണാകുളം വരെ പോയി നിർത്തും. ഒരു 3.5 ഹൈവേ തീർന്നാൽ ഒരു 3.5 മണിക്കൂറുണ്ട് നമ്മൾ കാർ എടുക്കാതെ, ലക്ഷറീസ് ആയിട്ടുള്ള നമ്മളൊരു കാർ എടുത്ത് ഓടിച്ചു പോവാതെ യാതൊരു റിസ്ക്കും ഇല്ലാതെ ഈ വണ്ടിക്കകത്ത് സുഖമായി ട്രിവാൻഡ്രം വിട്ടാൽ കണ്ടക്ടർ ഉണ്ടാവില്ല. ട്രിവാൻഡ്രം വിട്ടാൽ എറണാകുളം, അടുത്ത വണ്ടി ട്രിവാൻഡ്രം വിട്ടാൽ തൃശ്ശൂർ, അല്ലെങ്കിൽ പാലക്കാട്, കോഴിക്കോട്, ഇങ്ങനെ കാസർഗോഡ് വരെ പോകാനുള്ള. അപ്പോൾ കാസർഗോഡ് പോകുന്ന വണ്ടി 1-2 സ്ഥലങ്ങളിൽ നിർത്തും. പിന്നെ അവർക്ക് ടോയ്ലറ്റിൽ പോകാനും ഭക്ഷണം കഴിക്കാനും സ്ഥലങ്ങളിൽ നിർത്തി കൊടുക്കും. KSRTC കേവലം ഒരു ഗതാഗത സംവിധാനം എന്നതിനേക്കാളുപരി മറ്റു വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികൾ എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? KSRTC നമ്മൾ ഈ പറഞ്ഞ പോലെ ലാഭത്തിൽ ഓടിക്കുക എന്ന് പറയുന്ന ഒരു പൊതുഗതാഗതത്തെ പരിപൂർണമായ ലാഭത്തിൽ എന്ന് പറയാൻ പറ്റത്തില്ല. പരമാവധി ലാഭം നഷ്ടം കുറച്ചുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ഗവൺമെൻറ്റാണ് എല്ലാ മാസവും 50 കോടി രൂപ ശമ്പളം കൊടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നാണ് കൊടുക്കുന്നത്. KSRTCയുടെ പണമല്ല. 2001 ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്ന് KSRTCയുടെ കയ്യിൽ നിന്നാണ് ശമ്പളം കൊടുത്തിരുന്നത്, കയ്യിൽ നിന്നാണ് പെൻഷൻ കൊടുത്തിരുന്നത്. ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. ശമ്പളത്തിൻ്റെ മേജർ ഷെയർ 50 കോടി സർക്കാർ ഖജനാവിൽ നിന്നും, പെൻഷൻ്റെ 100% സർക്കാർ ഖജനാവിൽ നിന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ അതർ ഇൻകംസ് നമ്മൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ 8.5 കോടിയിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. ആ 8.5 കോടിയിൽ എത്തിക്കുന്നത് ടിക്കറ്റ് വരുമാനം കൊണ്ട് മാത്രമല്ല, മറ്റു വരുമാനങ്ങൾ, കടകൾ പരമാവധി വാടകയ്ക്ക് കൊടുക്കുക, KSRTCയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ലാൻഡുകൾ പരമാവധി റെൻറ്റിന് കൊടുത്ത് യൂട്ടിലൈസ് ചെയ്യുക. പല സ്ഥലത്തും തിരുവനന്തപുരം തമ്പാനൂരടക്കം ഒഴിഞ്ഞു കിടന്ന സ്ഥലം ഒരു ടീ ഷോപ്പ് ഉണ്ടാക്കാൻ കൊടുത്തു. ആ ടീ ഷോപ്പിൻ്റെ വാടക ഒരു മാസം 2,78,000 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. മൂന്നാറിൽ സ്ഥലം കിടപ്പുണ്ടായിരുന്നു, അത് കൊടുത്തു. വലിയ വാടകയാണ് കൊടുക്കുന്നത്. നമ്മളങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് വലിയ വാടക. ഇപ്പോൾ ഉദാഹരണത്തിന് നെയ്യാറ്റിൻകരയിൽ കുറേ കടകളിങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൊടുക്കാൻ സമ്മതിക്കില്ല. ചില ആളുകൾ ഇതിൻ്റെ നടുവിൽ കൊണ്ടൊരു കടയങ്ങ് വാങ്ങിക്കും, ഒരു 2,000 രൂപ വാടകയ്ക്ക്. എന്നിട്ട് ആ ഹോള് മുഴുവൻ, ആ ഏരിയ മുഴുവൻ അവൻ കൈയടക്കും. നെയ്യാറ്റിൻകര ഇങ്ങനെ 2 കച്ചവടക്കാരെ കൊണ്ട് വിഷമമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ബാക്കി ടെൻഡർ ചെയ്യാൻ പറഞ്ഞു. ടെൻഡർ ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു ജൂവലറിക്കാരൻ ഒരു മാസം 1,85,000 രൂപയ്ക്ക് മാസ വാടകയ്ക്ക് സ്ഥലം എടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരോട് എന്നെ കാണാൻ വരികയാണ്.
മറ്റവർ കൊടുക്കല്ലേ സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആദ്യം ഇയാൾക്ക് വേണമെങ്കിൽ ഇയാൾ അതിൽ പങ്കെടുത്തിട്ട് എടുക്കുക, അങ്ങനെ പറയുന്നുണ്ട്, എടുത്തിട്ട് ഉപയോഗിക്കാതിരിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു സിവിൽ കേസ് കൊടുത്ത് അവിടെ ഇടുക. അപ്പോൾ ആർക്കും ഞാൻ പറഞ്ഞ അങ്ങനെ എങ്ങാനും ചെയ്താൽ ഉള്ള കടയും കൂടെ ഞാൻ ഒഴിപ്പിക്കും, ഒരു മര്യാദ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതുകൊണ്ട് കടകൾ പരമാവധി കൊടുക്കാനായിട്ട് എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ എഫിഷ്യൻ്റ് ആക്കി, കംപ്ലീറ്റ് അഴിച്ചു മാറ്റി പുതിയ ടീമിനെ വെച്ച് അവർ നന്നായിട്ട്, കാരണം മാക്സിമം കാസർഗോഡൊക്കെ എത്രയോ കടകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു, അതെല്ലാം ഇപ്പോൾ കൊടുത്തു തീർത്തു. നമ്മൾ കൊടുത്തു തീർക്കാൻ തുടങ്ങിയപ്പോൾ ചില സർക്കാർ ഓഫീസിൽ ഇപ്പം SC/ST ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവർക്ക് സ്ഥലം വേണം, നമ്മൾ മറ്റ് കടകൾ കൊടുത്തപ്പോൾ ഈ സംഭവം ഡിമാൻഡ് വന്നു, അവർ ഓടി വന്നു, അപ്പോൾ തന്നെ അവർ കൊടുത്തു. ഒരു ബിവറേജിന് വരെ കൊടുത്തല്ലോ, പിന്നെന്താ, ബിവറേജിന് വരെ നമ്മൾ സ്ഥലം കൊടുത്തു. കാരണം നമുക്കത് വാടക കിട്ടണം, നല്ല കൃത്യമായ ബിവറേജിന് കൊടുത്താൽ കൃത്യമായ വാടക കിട്ടും. ബിവറേജിന് ഇത് കൊടുക്കാതിരുന്നതുകൊണ്ട് ആരും കള്ളുകുടിക്കാതിരിക്കില്ലല്ലോ, അതുകൊണ്ട് കൊടുത്തു. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ ഭാഗമാണ്. പിന്നെ അതർ ഇൻകം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ടൂറിസമാണ്. നമുക്ക് ബഡ്ജറ്റ് ടൂറിസത്തെ വളരെ എഫിഷ്യൻ്റ് ആക്കാൻ കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് ജീവനക്കാർ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എഫിഷ്യൻ്റായി എന്ന് പറയുന്നത് അതിൻ്റെ ലാഭം തന്നെ 68% വർദ്ധിച്ചിട്ടുണ്ട്. 68% ലാഭ വർധനവ്, വരുമാന വർധനമല്ല, എല്ലാ ചെലവും പോയിട്ടുള്ള ലാഭ വർധനവ് 68% ഉയർന്നു. അത് വലിയൊരു നേട്ടമാണ് ബഡ്ജറ്റ് ടൂറിസം. അത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പിൽഗ്രിം ടൂറിസം തുടങ്ങിയാണ്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും പള്ളികളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസം ഞാൻ ആരംഭിക്കും. അതിനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ദേവസ്വം ബോർഡുകളുമായും വലിയ വലിയ ചർച്ച് പള്ളികളുടെയും മോസ്കിൻ്റെയും കമ്മിറ്റികളുമായിട്ട് നമ്മൾ സംസാരം തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് കാസർഗോഡ് പോയി കഴിഞ്ഞാൽ ഉള്ളാളർ മോസ്ക് ഉണ്ട്, അവിടെ പോകണം. അതുപോലെ ഗുരുവായൂരേക്ക് പോകുന്നു. നമ്മുടെ വണ്ടികളിൽ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രയോറിറ്റി കൊടുക്കാൻ തയ്യാറാണമെന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. എല്ലാ കമ്മീഷണർമാരുമായിട്ടും KSRTC CMD ചർച്ച നടത്തുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആറന്മുള വള്ളംകളി പിൽഗ്രിം ടൂറിസം നന്നായി പോകുന്നുണ്ട്. വള്ളംകളി ഉള്ള സദ്യ കഴിക്കാൻ വേണ്ടി എത്തുന്നു. പ്രത്യേക ഓഡിറ്റോറിയം തന്നെ എടുത്തിട്ട് വള്ള സദ്യ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ പോകുന്ന നല്ല വിജയ, കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ വരുന്നുണ്ട് ആൾക്കാർ. അതുപോലെ തന്നെയാണ് നാലമ്പല ദർശനം, ഇതൊക്കെ വലിയ വിജയമാണ്. അപ്പോൾ വലിയ ക്ഷേത്രങ്ങൾ, ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ പ്രാവശ്യങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ യാത്രക്കാരെ ഞങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ആദ്യം പെട്ടെന്ന് ഷോർട്ട് നോട്ടീസിലായതുകൊണ്ട് ഞങ്ങൾക്ക് ചില അസൗകര്യങ്ങളുണ്ടായി. കാരണം ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ KSRTC ഒരുപാട് സ്ഥലമുണ്ട്, കിഴക്കേക്കോട്ടയിലും വികാസ് ഭവനിലും ഒക്കെ ആയിട്ട്. ഈ സ്ഥലത്ത് നമ്മൾ പൊങ്കാലയിടാൻ സമ്മതിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഫുഡ് കൊടുത്തതിലൊക്കെ ചില അപകടം സംഭവിച്ചു. കാരണം വെച്ചാൽ ഒരുപാട് കഴുതിയേക്കാൾ കൂടുതൽ ആൾ വന്നു. ഫുഡ് വെളിയിൽ നിന്നുള്ള ആൾക്കാർ കഴിച്ചുകൊണ്ട് പോയി. നമ്മൾ വെച്ചിരുന്ന ഫുഡ് വെളിയിൽ നിന്നുള്ള ആൾക്കാർ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? വന്ന് ചോദിച്ചാൽ ആഹാരമില്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തപ്പോൾ നമ്മുടെ ആൾക്ക് തികയാതായി. അപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ട് കൃത്യമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ സ്റ്റേഷനിൽ നിന്നും പ്ലാൻ ചെയ്ത് കൊണ്ടുവരും. വരുന്നവർ എവിടെ ഇരിക്കണം നേരത്തെ ബുക്ക് ചെയ്തിടും. അങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ട് നമുക്ക്, വലിയൊരു അഡ്വാൻറ്റേജ്. അത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും പ്രധാനപ്പെട്ട പള്ളികളെയും വേളാങ്കണ്ണി പള്ളി അടക്കം, തമിഴ്നാട്ടിലെ നാഗൂര്, ആറ്റാങ്കര മുസ്ലിം ദേവാലയങ്ങളടക്കം കേരളത്തിൽ നിന്ന് വണ്ടി ഓടിക്കാനുള്ള പെർമിറ്റ് ബഹുമാനപ്പെട്ട തമിഴ്നാട്ടിലെ ഗതാഗത മന്ത്രിയുമായി സംസാരിച്ച് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടെ നിന്നൊക്കെ പിൽഗ്രിം ടൂറിസം എന്നുള്ള നിലയിൽ ആറ്റാങ്കര പള്ളി, നാഗൂര് പള്ളി ഇതെല്ലാം കണക്ട് ചെയ്ത് പോകും. വേളാങ്കണ്ണി അങ്ങനെ കണക്ട് ചെയ്ത് പോകും. കൊടൈക്കനാൽ, തമിഴ്നാട്ടിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും പോകാനായിട്ട് സ്പെഷ്യൽ പെർമിറ്റ് തരാം എന്ന് അവിടുത്തെ മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. അത് എന്താണ് റെഡിയായി, എൻ്റെ എഗ്രിമെൻറ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ സ്ഥലങ്ങൾ തമിഴ്നാട്ടിലേക്കും നമ്മുടെ ടൂറിസത്തെ വ്യാപിപ്പിക്കാൻ കഴിയും. അതുകൂടി അത് വലിയ ലാഭം, കൂടുതൽ ലാഭം ഉണ്ടാക്കും. പിന്നെ അതിന് കൂടുതൽ നല്ല വണ്ടി കൊടുക്കും. ഈ വണ്ടികളെല്ലാം പിടിച്ചിട്ട് പുതുക്കി പണിയാണ്, ബ്രാൻഡ് ന്യൂ വണ്ടിയാക്കാൻ. അതായത് വണ്ടികളുടെ 8 വർഷം കഴിയുമ്പോഴത്തേക്കും ആടി ഒലിഞ്ഞു പോകും. പല വണ്ടികളും ഞങ്ങൾ പൊളിച്ച് നോക്കിയപ്പോൾ അതിനടിയിൽ ചെറിയ പണി ചെയ്താൽ മതി. തകിടൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞ് പുതിയ തകിടൊക്കെ ഇട്ട് സീറ്റൊക്കെ ഇട്ട് ബ്രേക്ക് സിസ്റ്റം കറക്റ്റ് ചെയ്ത് എഞ്ചിനും മാറ്റും. വേണ്ടി വന്നാൽ ഒരു 10 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞാൽ എഞ്ചിൻ റീപ്ലേസ് ചെയ്യാറുണ്ട്. പുതിയ എഞ്ചിനും പുതിയ ഗിയർ ബോക്സും കയറ്റും. ഒരു പുതിയ വണ്ടി വാങ്ങണമെങ്കിൽ 48 ലക്ഷം കൊടുക്കണം. ഈ 8 വർഷമായ വണ്ടിയെ നവീകരിക്കാൻ നമുക്ക് ചിലവാകുന്നത് 6 ലക്ഷം. എഞ്ചിനും കൂടി മാറ്റിയാലും 7 ലക്ഷം രൂപയുള്ളൂ. എഞ്ചിനൊന്നും മാറ്റുന്നില്ലെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ, 1,85,000 രൂപയ്ക്ക് വണ്ടിയെ പുതിയതാക്കാം. സീറ്റ് വരെ മാറ്റാം, പുതിയതാക്കിയിട്ട് ഇറങ്ങണം. അപ്പോൾ ബഡ്ജറ്റ് ടൂറിസത്തിന് മുഴുവൻ ഇനി ഇത്തരത്തിൽ പുതുക്കി പണിഞ്ഞാൽ നല്ല വണ്ടി കൊടുക്കും. അപ്പോൾ നല്ല സ്റ്റൈലായിരിക്കും. ഹെഡ് റെസ്റ്റൊക്കെ ഉള്ള നല്ല സീറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ല വണ്ടി കൊടുക്കും. അതിനെ ഘട്ടം ഘട്ടമായി ഹൈബ്രിഡ് AC വണ്ടിയാക്കും, ബാറ്ററിയിലോടുന്ന എയർ കണ്ടീഷൻ. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ പവറിൽ അത് പിടിക്കില്ല, മൈലേജ് കുറയില്ല. അതൊരു പുതിയ ടെക്നോളജിയാണ്. അത് ഞങ്ങൾ ഒരു ബസ് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ തന്നെ അതുണ്ടാക്കാൻ പോവുകയാണ്, ഞങ്ങൾ തന്നെ ചെയ്യാൻ പോവുകയാണ്. അത് ഞങ്ങളതിൻ്റെ സാധനം ഇമ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ തന്നെ വർക്ക്ഷോപ്പിൽ ഞങ്ങൾ ഓൾട്ടർ ചെയ്യാൻ പോവുകയാണ്. നിലവിലുള്ള സൂപ്പർ ഫാസ്റ്റുകളെയും അത്തരം വണ്ടികളെയും AC ആക്കി മാറ്റും. അതിനൊരു 5-6 ലക്ഷം രൂപ ചിലവാകുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തന്നെ നേരിട്ട് ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊണ്ട് എഞ്ചിനീയേഴ്സ് അതിൻ്റെ പഠനം ആരംഭിച്ചിട്ടുണ്ട്. അവർ ചെയ്യും. നമ്മുടെ മെക്കാനിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സലൻ്റാണ്. KSRTC മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രില്യൻ്റ് എക്സലൻ്റാണ്. നമ്മൾ പറഞ്ഞ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത മിടുക്കന്മാരാണ്. അവരെ ഉപയോഗിച്ച് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലൊരെണ്ണം ചെയ്ത് നോക്കി, എന്നിട്ട് അത് അഴിച്ചു പൊളിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ എന്താ വേണ്ടത്.
അതുപോലെ തന്നെയാണ് ഈ കൊറിയർ സർവീസ്. കൊറിയർ സർവീസിനെ കുറിച്ച് പത്രങ്ങളിൽ വാർത്ത വരാറുണ്ട്, 6 കോടി നേട്ടമുണ്ടാക്കിയെന്ന്. പക്ഷേ അതിൻ്റെ റിസൾട്ട് നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ അതൊരു ആന്ധ്രാപ്രദേശിൽ കൊറിയർ നടത്തുന്ന ഒരു കമ്പനിയെ ടെൻഡർ ചെയ്ത് വിളിച്ചു, ഒരു കമ്പനി കൈമാറി. ഇനി മുതൽ അത് കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും പാളിച്ച പറ്റി. ഉദാഹരണത്തിന് വയനാട്ടിലേക്ക് കോഴിക്കോട് നിന്ന് 2 ഐഫോൺ കൊടുത്തയക്കുന്നു. ഇത് കണ്ടക്ടർ എവിടെ മിസ് ചെയ്തു, അതിനവർ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ കോടതിയിൽ കിടന്ന് വിഷമിക്കുകയാണ്. അതങ്ങ് മാറ്റിക്കൊണ്ടൊരു ഏജൻസി ഏൽപ്പിക്കണം. അപ്പോൾ അവർക്കൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് 100 രൂപ ഇട്ടാൽ ഇത്ര രൂപ അവർ കൊടുക്കും. കയറ്റർക്ക് കൊണ്ടുപോകുന്നത്, പാക്ക് ചെയ്ത് വിടുന്നത്, അഡ്രസ്സിലേക്ക് എത്തിക്കാൻ കൊടുക്കും. കണ്ടക്ടർ ഡ്രൈവർ ഇത് കൊണ്ടുപോകുന്ന ജോലി മാത്രമേ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ KSRTC ഉള്ളൂ. ബാക്കി മുഴുവൻ അവർ ചെയ്യും. എല്ലാ ബസ് സ്റ്റേഷനിലും അവർക്കൊരു ഗോഡൗൺ കൊടുക്കും, ഒരു കൗണ്ടറും. അവിടെ അവർ സൂക്ഷിച്ചോളും. കയറ്റർക്ക് കൂലിയെല്ലാം കൊടുക്കേണ്ട അവരാണ്, നമ്മളല്ല. അവരാണ് ജോലിക്കാരൻ. മുഴുവൻ ജീവനക്കാരും, കൊറിയറിൽ നിൽക്കുന്ന മുഴുവൻ ജീവനക്കാരും ഡെയിലി ബേസുകാരാണ്. അവരെല്ലാം അവരിലേക്ക് പോകും. അതിൽ എഫിഷ്യൻ്റ് ആൾക്കാരെ അവർ വയ്ക്കാൻ, അല്ലാത്തവരെ പറഞ്ഞു വിടാം. അത് അവരുടെ ഇഷ്ടമാണ്, നമ്മളെ ഇഷ്ടമല്ല. നമ്മൾ അതിൽ നിന്നും ഒഴിയാൻ, അത്തരം ആ ഒരു ലേബർ ഇഷ്യൂവിൽ നിന്ന് നമ്മൾ മാറുകയാണ്. പലപ്പോഴും കയറ്റർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പം അവിടുത്തെ യൂണിയൻകാർ ചില സമരങ്ങളും, ഇറക്കാൻ പ്രയാസം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അതിൽ നിന്ന് തല ഊരിയിട്ട് നമുക്കപ്പോൾ കിട്ടുന്ന പൈസ, ഇപ്പോൾ 100 രൂപ കിട്ടുന്നു, അതിലൊരു 19 രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന പൈസ നമുക്ക് പ്രോഫിറ്റാണ്. നമ്മൾ കൊണ്ടുവന്ന എന്തായാലും വണ്ടി പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നമ്മളത് മാറും. അപ്പം നല്ല ലാഭത്തിലേക്ക് വരും അത്. അങ്ങനെ ഓരോ രംഗത്തും നമ്മൾ ഇതുപോലെ ചെയ്യും. പിന്നെ ഈ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എന്താണ് സോഷ്യൽ ഒബ്ലിഗേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതൊരു KSRTC ഒരു സർവീസാണ്. ആ സർവീസിൽ ഈ മലയോര മേഖലകൾ, തോട്ടം മേഖലകൾ, തീരദേശ മേഖലകൾ, ഇവിടെയൊക്കെ വണ്ടി പോകേണ്ടി വരും. പക്ഷേ വലിയ വണ്ടി പോകുമ്പോൾ നമുക്ക് നഷ്ടമാണ്. അതിനാണിപ്പോൾ 8.5 മീറ്റർ നീളമുള്ള മിനി ബസ് വാങ്ങിയിരിക്കുന്നത്. അത് ഈ പ്രദേശങ്ങളിൽ പോയാൽ ഒരു 28 പേർക്ക് ഇരിക്കാം, കുറച്ച് പേർ നിൽക്കുകയും ചെയ്യാം. അപ്പോൾ 10-40 പേർക്ക് അതിനകത്ത് കയറാം. അവരെയും കൊണ്ടുവന്നാൽ നമുക്ക് ഡീസലും 8 കിലോമീറ്ററോളം കിട്ടും. 7 കിലോമീറ്റർ 8 കിലോമീറ്റർ കിട്ടും. അത് നമുക്ക് അതും ലാഭത്തിൽ നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ടെർമിനസുകളെ ആളുകൾ വന്നു പോകുന്ന ഇടങ്ങളാക്കി നല്ല ഷോപ്പുകളൊക്കെ കൊണ്ടുവന്ന് പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്. അതായത് കൊട്ടാരക്കര, കായംകുളം, ആറ്റിങ്ങൽ, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മലപ്പുറം പൂർത്തിയായി. മലപ്പുറം, കോതമംഗലം, ഈ പുതിയ ബസ് സ്റ്റേഷനുകളെല്ലാം പുതുതായിട്ട് പണിയാൻ പോവുകയാണ്. ഈ കായംകുളമൊക്കെ ബസ് സ്റ്റേഷൻ പണിയുന്നത് അതിമനോഹരമായിട്ടാണ്. സാധാരണ കാണുന്ന ഈ KSRTCയിലെ ഒരു പെട്ടി പോലെയുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ല. കായംകുളം ബസ് സ്റ്റാൻഡ് വരാൻ പോകുന്നത് ഒരു വലിയ ഷിപ്പ് വന്ന് പാർക്ക് ചെയ്താൽ എങ്ങനെ ചെയ്യും, അതുപോലൊരു ഷേപ്പിലാണ് വരുന്നത്. കൊട്ടാരക്കരയും നിർമ്മിക്കുന്ന മനോഹരമാണ്. തൃശ്ശൂരും പൊളിച്ചു പണിയാണ്. തൃശ്ശൂരും 11.5 കോടി രൂപയ്ക്ക് പൊളിക്കാനല്ലാതെ ഏർപ്പാടായി കഴിഞ്ഞു. ദിവസങ്ങൾ കൊണ്ട് പൊളിക്കാൻ ഏർപ്പാടായി. ഇപ്പോൾ 40 ദിവസത്തിനുള്ളിൽ ഇത് പൊളിച്ച് മാറ്റും. തൃശ്ശൂരത്തെ ബസ് സ്റ്റേഷൻ അവിടെ നടുവിലായിട്ട്, ഇപ്പോൾ സൈഡിലാണല്ലോ, നടുവിലായിട്ടാണ് ബസ് സ്റ്റേഷൻ. ബസ് 2 സൈഡിൽ നിന്ന് വന്നു പോകും. ബസ് സ്റ്റേഷൻ ആളുകൾ നിൽക്കുന്നതെല്ലാം നടുവിലായിരിക്കും. അപ്പം നമുക്ക് ഈ അരികിലേക്ക് പോകുമ്പം ഇതിൻ്റെ സെറ്റ് ബാക്ക് ഉണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഇത്ര വിടണം, അത് ഒഴിവാക്കി കിട്ടും. അപ്പോൾ അത്രയും കൂടി സ്പേസ് നമുക്കിതിൻ്റെ ഉള്ളിൽ കിട്ടും. ഇതേ രീതിയിൽ കൊട്ടാരക്കരയിലും പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം നടുവിലായിരിക്കും. കായംകുളത്തും അങ്ങനെയാണ്, നടുവിലായിരിക്കും ബസ് സ്റ്റേഷൻ. മതിലിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ ഇത് സെറ്റ് ബാക്കിൻ്റെ പ്രശ്നമുണ്ട്, അത് ഒഴിവാക്കി കിട്ടും. അപ്പം കുറച്ചുകൂടെ സ്പേസ് നമുക്ക് വണ്ടി ഇടാനൊക്കെ കിട്ടും എന്നുള്ളതുകൊണ്ട് എല്ലാത്തിനെയും പൈസ ആയിക്കഴിഞ്ഞു, AS ആയിക്കഴിഞ്ഞു. മുഴുവൻ വർക്കും PWD ബിൽഡിങ്സിനെ ഏൽപ്പിച്ചു. KSRTCയിലെ എല്ലാ സിവിൽ വർക്കും ഇനി PWD ബിൽഡിങ്സാണ്. അപ്പം പലരും ചെയ്തിട്ട് ക്രമക്കേടുകൾ, ഈ മുമ്പ് പറഞ്ഞതുപോലെ ചോർച്ച, ഇതൊന്നുമില്ല. PWD ബിൽഡിങ്സിനെ ഏൽപ്പിക്കാനായിട്ട് ഞാനും മുഹമ്മദ് റിയാസുമായിട്ട് നടത്തിയൊരു ചർച്ചയിൽ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പം എല്ലാ പണിയും KSRTC എല്ലാ സിവിൽ വർക്കും ചെയ്യുന്നത് ഇവർ തന്നെയാണ്. അതുപോലെ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഡബിൾ ഡക്കർ, മൂന്നാർ ഡബിൾ ഡക്കറൊക്കെ വലിയ ലാഭമാണ്. ഒരു ദിവസം 48,000 രൂപ പ്രോഫിറ്റാണ്. എൻ്റെ ഡിസൈൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞു ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അത് എൻ്റെ ഒരു പഴയ ഒരു സിനിമ കണ്ടതിൽ നിന്ന് പ്രഭുദേവയുടെ ഒരു പാട്ടുണ്ടല്ലോ, ഉർവശി എന്നുള്ള കാതലൻ. അപ്പം അത് കണ്ടപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ബസ് കിടക്കുന്നുണ്ട് അതിനകത്ത്. അന്നോട്ടൊരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ 2ാമത്തെ ബസ് റെഡിയാവാൻ. അതും അതിൻ്റെ ഡിസൈൻ നമ്മൾ പറഞ്ഞെങ്കിലും ഇത്ര പെർഫെക്റ്റായിട്ട് ഇത് ചെയ്തുണ്ടാക്കിയത് KSRTCയിലെ മെക്കാനിക്കുകളാണ്. അവിടുത്തെ എഞ്ചിനീയേഴ്സും അവിടുത്തെ മെക്കാനിക് കൂടിയാണ് ഇതുണ്ടത്. അവർ ആ ഒരു 2ാമത്തെ വണ്ടി ആദ്യത്തെ വണ്ടിയേക്കാൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരിക്കും. കാരണം അത്രത്തോളം അവർ പഠിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. നന്നായി ചെയ്തിട്ടുണ്ട് 2ാമത്തെ വണ്ടി. അത് ഫിനിഷ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതും വരുമ്പോൾ അത് നമുക്ക് നല്ല കളക്ഷനായിരിക്കും. പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് ഓടുന്ന ഓപ്പൺ ഡബിൾ ഡക്കർ നല്ല കളക്ഷനാണ്, നല്ലൊരു എൻജോയ്മെൻ്റാണ്. കാരണം ഒരുപാട് ആളുകൾ അതിൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്നല്ല, പാട്ടൊക്കെ പാടി അതിൽ പോകുമ്പോൾ സാധാരണക്കാരൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കം മാറ്റാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ എറണാകുളത്തും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വണ്ടി. അപ്പോൾ അതും നന്നായി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതൊരു യാത്രയ്ക്കപ്പുറത്തേക്ക് ഒരു സന്തോഷം കൂടി തരുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പലരും ഇന്നത്തെ കാലത്ത് വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളെയൊക്കെ ആശ്രയിക്കുന്നു. റെയിൽവേ സിസ്റ്റം കുറേ ഓർഗനൈസ്ഡ് ആണെന്ന് പറയുന്നു പൊതുവെ. ഇപ്പം വേരിയസ് മൈ ട്രെയിൻ പോലുള്ള ആപ്പുകളുണ്ട്. ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് ട്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നു. നമ്മുടെ ബസ് സിസ്റ്റത്തെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ നാട്ടർ.
അതൊന്ന് പോപ്പുലറാക്കാത്തതുകൊണ്ടാണ് അത് ബാബു മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നു. KSRTC ചലോ ആപ്പ് എന്നൊരു ആപ്പുണ്ട്. ഈ ആപ്പ് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ആണ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടും. സാധനം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വരുന്ന അറിയാൻ പറ്റും. നമ്മൾ എവിടെയാണ് ഇപ്പം കാസർഗോഡാണ് നിൽക്കുന്നതെങ്കിൽ കാസർഗോഡ് സമീപത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ KSRTC ബസ്സും കാണാൻ പറ്റും. അത് നോക്കിയിട്ട് നമ്മളെ വണ്ടി ഇപ്പം ഞാൻ ഈ വീട്ടിലിരുന്ന് ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങി നിയറസ്റ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ എത്ര മിനിറ്റ്? 5 മിനിറ്റ്സ് വാക്കിംഗ് ഉണ്ട്. 5 മിനിറ്റ്സ് വാക്കിങ്ങിൽ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത എത്ര മിനിറ്റിനുള്ളിൽ നെക്സ്റ്റ് വെഹിക്കിൾ വരും എന്നത് കാണിച്ചു തരും. വെർ ഈസ് മൈ ട്രെയിൻ പോലെ തന്നെ അതിനകത്ത് ഇങ്ങനെ വണ്ടി മൂവ് ചെയ്തിരുന്ന് കാണാൻ പറ്റും. ഈ GPS വെച്ചിട്ട് വണ്ടി ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോയി കാത്തിരിക്കേണ്ട. ബസ് സ്റ്റാൻഡിൽ പോയി 5 മിനിറ്റ് കഴിഞ്ഞേ വണ്ടി വരത്തുള്ളൂ. നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ഈ ആപ്പ് വഴി ആ പർട്ടിക്കുലർ ബസ്സിലേക്ക് ടിക്കറ്റ് എടുക്കാം. ആ വരുന്ന ബസ്സിനകത്ത് ഇരിക്കാൻ സീറ്റുണ്ടോ, സ്റ്റാൻഡിങ് ആണോ എന്നറിയാൻ പറ്റും. ഈ ആപ്പിൽ തന്നെ കാണാൻ പറ്റും. അവിടെ സീറ്റുണ്ട്, സീറ്റ് അവൈലബിൾ, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ആണ് എല്ലാവരും. ഇത് കാണിക്കും. ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പോൾ അവിടെ ഒഴിവുണ്ടെന്ന് കണ്ടാൽ നമ്മുടെ മൊബൈലിൽ നിന്ന് ഗൂഗിൾ പേ വഴിയോ മറ്റേന്തെങ്കിലും സംവിധാനത്തിലൂടെ നമുക്ക് അതിൻ്റെ ടിക്കറ്റ് അങ്ങ് എടുക്കാം. ഈ ടിക്കറ്റ് എടുത്ത ഒരു മെസ്സേജ് വരും, ഒരു SMS പോലെ വാട്സാപ്പും. അത് കണ്ടക്ടറെ കാണിച്ചാൽ മതി. കണ്ടക്ടർ അത് റീഡ് ചെയ്യുന്നതോടെ നിങ്ങളുടെ ടിക്കറ്റ് വാലിഡ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന എല്ലാം അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും, അതായത് നമ്മൾ ട്രാവൽ കാർഡ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ട്രാവൽ കാർഡിനെ റീചാർജ് ചെയ്യാൻ ഈ ആപ്പിൽ കൂടെ പറ്റും. ഈ ആപ്പിലൂടെ KSRTC ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എപ്പോൾ വണ്ടി ഉണ്ടെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞുതരും. നോക്കിയാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇന്നത് മണിക്ക് ഇത്ര മണിക്കാണ്, 3 മണിക്കൂർ കഴിയുമ്പോൾ വരും. ഇപ്പം മൂന്നാറിൽ നിന്ന് പുറപ്പെട്ടൊരു വണ്ടി ഇപ്പോഴെവിടെ എത്തി? ഞാൻ വഴിയിൽ നിൽക്കുകയാണ്, കോട്ടയത്ത് നിൽക്കുകയാണ്, എനിക്കതിൽ കയറണം. ഇപ്പോൾ അത് എവിടെ എത്തി? എത്ര മണിക്കൂറിനുള്ളിൽ, ഇത്ര മിനിറ്റിനുള്ളിൽ ഇത് കോട്ടയം ബസ് സ്റ്റാൻഡിൽ കയറും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഗൂഗിൾ പൊസിഷൻ വെച്ചിട്ടാണ്, ലൊക്കേഷൻ വെച്ചിട്ടാണ്. ആ ലൊക്കേഷൻ വെച്ചിട്ട് ഈ ലൊക്കേഷനിൽ, ഞാൻ നിൽക്കുന്ന ഈ ലൊക്കേഷനിൽ വണ്ടി എത്തുന്നത് 1 മണിക്കൂർ 48 മിനിറ്റ് കഴിഞ്ഞാന്ന് എഴുതി കാണിക്കും. ആ ഒരു ചെറിയ വേരിയേഷൻ വരുമ്പോൾ, ഒരു ചെറിയ വേരിയേഷനെ കാണുള്ളൂ. മാക്സിമം 5 മിനിറ്റ് ഇത്ര കറക്റ്റായിട്ട് വരും വണ്ടി. സിറ്റിയിലുണ്ട്, തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന എല്ലാ വണ്ടിയിലും ഉണ്ട്. KSRTC ഓടുന്ന എല്ലാ ബസ്സുകളും ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആണ്. ഇത് മാക്സിമം ആളുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എൻക്വയറി കൗണ്ടറിന് പകരം ഇപ്പോൾ AI ഒക്കെ കാലമാണല്ലോ, അതിലൊക്കെയും വോയിസ് റെക്കഗ്നിഷൻ ഉണ്ട്. ഇപ്പോൾ ഒരാൾ ചെന്ന് ചോദിക്കുകയാണ് ഇന്ന സ്ഥലത്ത് ഈ വണ്ടി ഉണ്ടോ എന്ന് വെച്ചാൽ അത് പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഒരു ഇല്ല, അതിലേക്ക് കടക്കാം. നല്ലൊരു ആശയമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് തന്നെ നല്ല അത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാനുവൽ ലേബർ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻക്വയറിയിൽ ഒരാൾ കയറിയിരിക്കുകയാണ് ഒരു ജോലിയും ചെയ്യാതെ, അയാൾക്ക് ശമ്പളം കൊടുക്കണം. ആ ആൾ കണ്ടക്ടറായിട്ട് പോയാൽ പൈസ വരും, ഇയാളവിടെ ഇരുന്നാൽ പൈസ പോകും. അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് നമ്മളിത് മാക്സിമം, ഇപ്പോൾ കുട്ടികളുടെ കൺസെഷൻ തന്നെ എഴുതാൻ വേണ്ടി 2-3 പേര് ഇരിക്കുകയാണ്. അത് കാർഡാക്കിയതോടുകൂടി ഇനി ആ പ്രശ്നമില്ല. കുട്ടി എല്ലാ വർഷവും കൺസെഷൻ വാങ്ങാൻ വരണ്ടല്ലോ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൺസെഷൻ കൊടുത്താൽ 10 വരെ 3 കൊല്ലത്തേക്ക് സാധനം മതി. ഇത് ഒരു വർഷം 110 രൂപ കൊടുത്ത് പഞ്ച് ചെയ്യണം, ഇത് പുതുക്കണം. കാർഡ് എഴുതാൻ വേണ്ടി അതാണ് ചാർജ്. ആ ചാർജ് കുട്ടി കണ്ടക്ടറെ കൊടുത്താൽ മതി. ബസ്സിലെ കണ്ടക്ടറെ കൊടുത്താൽ അദ്ദേഹം ഈ കുഞ്ഞിൻ്റെ കൺസെഷനെ ചാർജ് ചെയ്ത് കൊടുക്കും 1 വർഷത്തേക്ക്. അത് നേരത്തെ പോയിക്കൊണ്ടിരുന്നത് ശനിയും ഞായറും കൊടുക്കില്ലായിരുന്നു. ഞാനിപ്പോൾ അത് 5 ദിവസം മാത്രം കൊടുക്കാതുള്ളൂ. ശനി 4 ഞായറാഴ്ചയും ഒരു സെക്കൻഡ് സാലറി വെച്ച് എല്ലാ ദിവസവും കുഞ്ഞ് കൺസെഷൻ കൊടുത്തു. 12ാം ക്ലാസ് വരെ ഫ്രീ. ഗവൺമെൻറ് സ്കൂളായിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളായിരിക്കണം, കോളേജായിരിക്കണം. 12ാം ക്ലാസ് വരെ കുട്ടികൾക്ക് ടോട്ടൽ ഫ്രീ ആണ്. ഈ കാർഡിൻ്റെ പൈസ മാത്രം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി ചാർജ് ചെയ്യാനുള്ള. ഒരു പൊതുഗതാഗത സംവിധാനം ലാഭകരമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ പ്രവർത്തിക്കുന്നതായിട്ട്? എങ്ങുമില്ല. പെൻഷൻ കൊടുക്കുന്നത് നമ്മൾക്ക് നഷ്ടമെന്ന് പറയുന്നത്. പെൻഷൻ കൊടുക്കാത്ത കർണാടകയും പെൻഷൻ കൊടുക്കാത്ത തമിഴ്നാടും നഷ്ടത്തിലാണ് ഓടുന്നത്. പൊതുഗതാഗത സംവിധാനത്തിൽ എന്താ പറയുക, അതിനകത്തൊരു കുഴപ്പമുണ്ട്. നമ്മളൊരു തമാശ പറയാൻ, നമ്മൾ ഈ വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് പഴവങ്ങാടി ഗണോതിക്ക് അടിക്കരുത്. അവിടെ തേങ്ങ വിൽക്കാതിരിക്കുന്നൊരു തേങ്ങ താഴെ ഉരുണ്ട് കിടക്കണം, അത് എടുത്തുകൊണ്ട് പോയിട്ട് എന്നെ രക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് അടിക്കുന്ന പോലെയാണ് പലപ്പോഴും ഭരണാധികാരികൾ ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലയിലേക്ക് പുതിയ ആനുകൂല്യങ്ങൾ വെച്ചു കൊടുക്കുക. വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ചില കള്ളത്തരങ്ങളുണ്ട്. ഫ്രീ ടിക്കറ്റുകളൊക്കെ കൊടുക്കാൻ നമുക്കിപ്പോൾ ഒരു കൺസെഷൻ KSRTC കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് എനിക്ക് വല്ല നഷ്ടമുണ്ടോ? ഞാനൊരു മന്ത്രിയായിട്ടിരിക്കുകയാണ്, ഞാനൊരു ആനുകൂല്യം പ്രഖ്യാപിച്ച് ഒരു കയ്യടിയൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത ഞാനങ്ങ് പോയി. ഞാൻ പോയി കഴിയുമ്പോൾ വേറെ പുറകെ വരുന്നവർ ഇത് കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു ആനുകൂല്യം പുതുതായിട്ട് പ്രഖ്യാപിക്കില്ല. ഇത് പുതുമുതലാണ്. ഇത് എടുത്തു വെച്ച് എൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ഇപ്പോൾ ഈ KSRTC വേണ്ടി ചെയ്യുന്നതല്ല, എൻ്റെ ഇമേജ് പറയും. എനിക്ക് ഇമേജൊന്നും പ്രശ്നമില്ല. ഞാൻ ഫേസ്ബുക്കില്ല, വാട്സാപ്പില്ല, അതൊന്നും ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമൊന്നുമില്ല. എനിക്കങ്ങനെ പബ്ലിസിറ്റിയിൽ താല്പര്യവുമില്ല. ഞാൻ 18 വയസ്സിൽ സിനിമ നടനായാണ്. എനിക്ക് നല്ല പബ്ലിസിറ്റി ലോകത്തുള്ള ഏത് മലയാളി എന്നെ അറിയും കണ്ടാൽ. അത് തന്നെ ഒരു ഭാഗ്യം. ഇതൊന്നും ചെയ്തിട്ടൊന്നും ഇതിൻ്റെ ഈ ചെയ്യുന്നതെല്ലാം ഇന്ന് KSRTC വേണ്ടി ചെയ്യുന്നതെല്ലാം ഈ മോഹൻലാലിനെ പോലുള്ള സൂപ്പർ സ്റ്റാറുകൾ വരെ കൊണ്ടുവന്ന് ഞാൻ ചെയ്യുന്ന ഈ പരിപാടി ഈ സ്ഥാപനത്തെ രക്ഷിക്കാനാണ്.
ഇതിലെ ജീവനക്കാരെ രക്ഷിക്കാനും. രക്ഷപ്പെട്ടാൽ ഇപ്പോൾ രക്ഷപ്പെടും, ഉറപ്പാ. എല്ലാ കാലത്തും ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് കെ ബി ഗണേഷ് കുമാർ വരുമ്പോൾ ഒരു പ്രത്യേക ഉണർവ് ആ പ്രസ്ഥാനത്തിനുണ്ടായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു പുതിയ ഇന്നിങ്സാണ്. KSRTC റീബ്രാൻഡിങ്ങിന് വിധേയമാവുകയാണ്, ജനകീയമാവുകയാണ് കൂടുതൽ. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു. ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു.